നമസ്കാരം, എല്ലാവർക്കും സുവോളജി വൺ ഷോട്ട് വീഡിയോ ക്ലാസ്സസിന്റെ ആദ്യത്തെ ഭാഗത്തിലേക്ക് സ്വാഗതം. നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് വൺ ഷോട്ട് വീഡിയോ ക്ലാസ്സസ് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ടോപ്പിക് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആനിമൽ ടിഷ്യൂസ്, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം എന്തായാലും ഇത് ഒരു തവണ കേട്ടവർക്ക് വേണ്ടിയുള്ളതാണ്. ഫ്രഷ് ആയിട്ട് കേട്ടവർക്ക് ഓക്കെ മനസ്സിലാവും, മനസ്സിലാകാത്ത കാര്യങ്ങളൊന്നുമല്ല. പക്ഷെ എന്നാലും ഒരു തവണ ഈ ചാപ്റ്റർ പഠിച്ചവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് എക്സാമിന് മുമ്പായി, അപ്പം എസ്പെഷ്യലി ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്കും കൂടെ വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം എക്സാമിന് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ അരമണിക്കൂറോ 3/4 മണിക്കൂർ വീതമുള്ള, ഇപ്പം 1 hour ആയാൽ ഹാഫ് വീതമുള്ള 2 വീഡിയോ ചെയ്യാനാണ്, ഓരോ ചാപ്റ്ററിനും ബേസ് ചെയ്ത് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിലാദ്യം നമ്മൾ പേര് സൂചിപ്പിക്കുന്ന പോലെ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ആനിമൽസിലെ ആനിമൽ ടിഷ്യൂ എന്നുള്ള ടോപ്പിക്. ടിഷ്യൂസ് മലയാളം നമുക്ക് എല്ലാവർക്കും അറിയാം, കല എന്ന് പറയും. ആനിമൽ ടിഷ്യൂ ജന്തുക്കളിലെ കലകൾ. പ്ലാന്റ് ടിഷ്യൂ ഉണ്ട്, ആനിമൽ ടിഷ്യൂ ഉണ്ട്. എനിവേ, ടിഷ്യൂ എന്ന് പറഞ്ഞാൽ അത് പ്ലാന്റിലോ ആനിമലിലോ ആയിക്കോട്ടെ, ഗ്രൂപ്പ് ഓഫ് സെൽസ് ഹാവിംഗ് കോമൺ ഒറിജിൻ ആൻഡ് കോമൺ ഫങ്ഷൻ. ഒരു കൂട്ടം സെൽസ്, കോമൺ ഒറിജിൻ, ORI ഉണ്ട്. കോമൺ ഒറിജിൻ, പൊതുവായ ഉത്ഭവവും പൊതുവായ ധർമ്മവുമുള്ള ഒരു കൂട്ടം സെൽസിനെ വിളിക്കുന്ന പേരാണ് ടിഷ്യൂ. അതായത് നമുക്ക് ഇതൊരു ഗ്രൂപ്പ് ഓഫ് സെൽസ്, ഇതിനെ ടിഷ്യൂ എന്ന് വിളിക്കണമെങ്കിൽ ഈ സെൽസിനെല്ലാത്തിനും ഒരു പൊതുവായ ഒറിജിൻ ഉണ്ടായിരിക്കണം. ഉണ്ടായിരിക്കുന്നത് ഒരുപോലെ ആയിരിക്കണം, അതുപോലെ ഒരു പൊതുവായ ധർമ്മം ഉണ്ടായിരിക്കണം. അപ്പൊ പൊതുവായ ഉത്ഭവവും പൊതുവായ ധർമ്മവുമുള്ള ഒരു കൂട്ടം സെൽസിനെ വിളിക്കുന്ന പേരാണ് ടിഷ്യൂ. നമുക്കറിയാം, എല്ലാ ജീവജാലങ്ങളുടെയും ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആണ് സെൽസ്. സെൽസ് ഒരുമിച്ച് ചേർന്നാണ് ടിഷ്യൂ ഉണ്ടാവുന്നത്. ടിഷ്യൂ ഒരുമിച്ച് ഓർഗൻ സിസ്റ്റം, ദെൻ ഓർഗാനിസം. ക്ലിയർ? ആ ടിഷ്യൂവിനെ പറ്റിയുള്ള പഠനത്തിന് പറയുന്ന പേരാണ് ഹിസ്റ്റോളജി. സ്റ്റഡി ഓഫ് ടിഷ്യൂ ഇസ് കോൾഡ് ഹിസ്റ്റോളജി. മിക്കവാറും ഉള്ള ടിഷ്യൂവില് ഈ അഡ്ജസന്റ് സെൽസിനെ തമ്മിൽ ബൈൻഡ് ചെയ്ത് നിർത്തുന്ന ഒരു ഗ്രൗണ്ട് സബ്സ്റ്റൻസ് കാണപ്പെടുന്നുണ്ട്. ആ ഗ്രൗണ്ട് സബ്സ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഇപ്പൊ ഇത് ഒരു കൂട്ടം സെൽസ് ആണ്. ആ സെൽസിനിടയിൽ കാണപ്പെടുന്ന ഗ്രൗണ്ട് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ എക്സ്ട്രാ സെല്ലുലാർ മെറ്റീരിയൽ. കേട്ടല്ലോ, ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് ഈ സെൽസിന് ഇടയിൽ കാണപ്പെടുന്ന, അവരെ ബൈൻഡ് ചെയ്ത് നിർത്തുന്ന അല്ലെങ്കിൽ അവർക്കിടയിൽ കാണപ്പെടുന്ന ഇന്റർ സെല്ലുലാർ മെറ്റീരിയൽ എന്നോ അല്ലെങ്കിൽ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് എന്നോ അല്ലെങ്കിൽ എക്സ്ട്രാ സെല്ലുലാർ മെറ്റീരിയൽ എന്ന് വിളിക്കാം. ഇതിനെ വിളിക്കുന്ന പേരാണ് സെൽ മാട്രിക്സ്. ദിസ് എക്സ്ട്രാ സെല്ലുലാർ മെറ്റീരിയൽ ഈസ് കോൾഡ് സെൽ മാട്രിക്സ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ മിക്കവാറും ഉള്ള ടിഷ്യൂവില് ഈ സെൽസിനിടയിൽ കാണപ്പെടുന്ന ആ ഗ്രൗണ്ട് സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് സെൽ മാട്രിക്സ്. ഇനി ടിഷ്യൂവിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബേസ്ഡ് ഓൺ ദ ലൊക്കേഷൻ ആൻഡ് ഫംഗ്ഷൻ, ആനിമൽ ടിഷ്യൂ എവിടെ കാണപ്പെടുന്നു, അതിന്റെ ഫംഗ്ഷൻ എന്താണ്, അതിനെ അടിസ്ഥാനമാക്കി ടിഷ്യൂസ് ആർ ക്ലാസിഫൈഡ് ഇൻടു ഹൗ മെനി ടൈപ്സ്? 4 types. 4 തരം തിരിച്ചിട്ടുണ്ട്. ആദ്യത്തെ ടിഷ്യൂ ആണ് എപ്പിത്തീലിയൽ ടിഷ്യൂ, മലയാളം ആവരണകല. കേട്ടല്ലോ, അതിന്റെ ഫംഗ്ഷനും കൂടെ നമ്മൾ അതിന്റെ നേരെ കാണിച്ചിട്ടുണ്ട്. കവറിംഗ് ആൻഡ് ലൈനിങ് ടിഷ്യൂ, പൊതിഞ്ഞ് കാണപ്പെടുന്ന ടിഷ്യൂ. ഓളോ ഓർഗൻസിനെയും ക്യാവിറ്റീസിനെയും ലൈൻ ചെയ്ത് കാണുന്ന ടിഷ്യൂ. ഇപ്പൊ നമ്മുടെ ക്യാവിറ്റി, ബക്കൽ ക്യാവിറ്റി, ഇത് ഈ ഓപ്പണിംഗ് മൗത്ത് ലീഡ്സ് ടു ബക്കൽ ക്യാവിറ്റി ഓർ ഓറൽ ക്യാവിറ്റി, അല്ലെങ്കിൽ ഇത് നമ്മുടെ നേസൽ കനാൽ. ഇതിനകത്തൊക്കെ ഒരു ലെയർ ഫോം ചെയ്യുന്ന ആളാണ് ആര്? എപ്പിത്തീലിയൽ ടിഷ്യൂ. സോ സിംപ്ലി വി ക്യാൻ സേ കവറിംഗ് ആൻഡ് ലൈനിങ് ടിഷ്യൂ ഇസ് കോൾഡ് എപ്പിത്തീലിയൽ ടിഷ്യൂ. കണ്ടോ, എക്സാം ഓറിയന്റഡ് ആണ്. ഈ ഒരു വാക്യം മതി, നമ്മൾ ഇലാബറേറ്റ് ചെയ്താ പഠിച്ചിട്ടുള്ളത് നേരത്തെ. എ ഗ്രൂപ്പ് ഓഫ് സെൽസ് ദാറ്റ് കവർ ഔട്ടർ ബോഡി പാർട്സ് ആൻഡ് ലൈൻസ് ഇന്നർ ഓളോ ഓർഗൻസ് ആൻഡ് ക്യാവിറ്റീസ്. അതിന്റെ ഒരു ചുരുക്ക രൂപമാണ് കവറിംഗ് ആൻഡ് ലൈനിങ് ടിഷ്യൂ. വാട്ട് ദ നെക്സ്റ്റ് വൺ? കണക്റ്റീവ് ടിഷ്യൂ, യോജനകല. ശരീരത്തിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളെയും അവയവങ്ങളെയും യോജിച്ചു നിർത്തുന്ന ആളുടെ പേരാണ് കണക്റ്റീവ് ടിഷ്യൂ. അതാണ് കണക്ട്സ് വേരിയസ് ബോഡി പാർട്സ് ആൻഡ് ഓർഗൻസ് ടുഗദർ. ഓക്കെ, അതാണ് യോജനകല. തേർഡ് വൺ, നമ്മളുടെ മസ്കുലാർ സിസ്റ്റം ഫോം ചെയ്തിരിക്കുന്ന ടിഷ്യൂ ആണ് പേശീകല അഥവാ മസിൽ ടിഷ്യൂ. മസിൽ ടിഷ്യൂ നമ്മളുടെ മൂവ്മെന്റ് ആൻഡ് ലോക്കോമോഷൻ അലോങ് വിത്ത് സ്കെലിറ്റൽ സിസ്റ്റം ഓർ സ്കെലിറ്റൺ. This muscular tissue helps in movement of body parts and locomotion in animals. നമ്മളുടെ ശരീരത്തിന്റെ ചലനം, അതുപോലെ നമ്മുടെ സഞ്ചാരം, ജന്തുക്കളിലെ സഞ്ചാരം,
ഇതിനെല്ലാം സഹായിക്കുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് മസിൽ ടിഷ്യൂ. അടുത്തത് മൂന്നാമത്തെ ആളുടെ പേരാണ് ന്യൂറൽ ടിഷ്യൂ. ന്യൂറൽ ടിഷ്യൂ നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗമാണ്. നമ്മുടെ ഇമ്പൾസിനെ റിസീവ് ചെയ്യുകയും ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ടിഷ്യൂന്റെ പേരാണ് ന്യൂറൽ ടിഷ്യൂ അഥവാ നെർവസ് ടിഷ്യൂ. സോ ക്ലാസിഫിക്കേഷൻ, വാട്ട്സ് എ ക്രൈറ്റീരിയൻ ഫോർ ക്ലാസിഫിക്കേഷൻ? Function and location. They are classified into 4 types. Epithelial tissue, covering and lining tissue. Then connective tissue, connects various body parts and organs together. Muscle tissue, helps in movement and locomotion. Neural tissue, helps in receiving and transmitting impulse. First one, epithelial tissue. Malayalam, Avaranakala, shortly known as epithelium. അറിയാമല്ലോ, covering and lining tissue നമ്മൾ പറഞ്ഞ കാര്യമാണ്. Epithelial cells, epithelial tissues. ഉദ്ദേശിച്ചിരിക്കുന്നത് എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറയുന്നതിലും നല്ലത് എപ്പിത്തീലിയൽ സെൽസ് ആർ കോമ്പാക്ട്ലി പാക്ഡ് വിത്ത് ലെസ് സെൽ മാട്രിക്സ്. ഇവിടെ സെൽ മാട്രിക്സ് വളരെ കുറവാണ്. മാത്രമല്ല ദീസ് ആർ കോമ്പാക്ട്ലി പാക്ഡ്. ഇവര് ഇങ്ങനെ ചേർത്ത് കാണപ്പെടും. അവർക്കിടയ്ക്ക് ഇന്റർസെല്ലുലാർ സ്പേസസ് ഇല്ല എന്നർത്ഥം. മനസ്സിലായല്ലോ? വളരെ ചേർന്ന് കാണപ്പെടുന്ന ആളാണ് എപ്പിത്തീലിയൽ സെൽസ്. നോൺ വാസ്കുലാർ ആണ്, ബ്ലഡ് വെസൽസ് ആബ്സെന്റ് ആണ്. They rest on a membrane called basement membrane. 3 കൊല്ലം മുമ്പ് പബ്ലിക് എക്സാമിന് ചോദിച്ചതാണ്. ഇങ്ങനെ തന്നിട്ട് ലേബൽ ചെയ്യാൻ ചോദിച്ചു. ലേബൽ ദ പാർട്ട് എ എന്ന് ലേബൽ ചെയ്തേക്കുന്ന ഭാഗം ഏതാണ്? ഒറ്റ മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഏതാ? ബേസ്മെന്റ് മെംബ്രെയിൻ. എപ്പിത്തീലിയൽ സെൽസ് റെസ്റ്റ് ചെയ്യുന്ന മെംബ്രെയിനെ വിളിക്കുന്ന പേരാണ് കുഞ്ഞുങ്ങളെ ബേസ്മെന്റ് മെംബ്രെയിൻ. നെക്സ്റ്റ്, എപ്പിത്തീലിയൽ ടിഷ്യൂന്റെ ക്ലാസിഫിക്കേഷൻ. ഒരുപാട് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. ഈ ടോപ്പിക്കിന്റെ പ്രത്യേകത ഏകദേശം 4-5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കിട്ടുന്നതാണ്. ചിലപ്പം ഡയഗ്രാം ബേസ് ചെയ്ത് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണുള്ളത്. സോ NCERTയിലെ എല്ലാ ഡയഗ്രാംസും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഡയഗ്രാം മനസ്സിലാക്കുക, ഡയഗ്രത്തിന്റെ ലേബലിംഗ് വൃത്തിയായിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ, വാട്ട്സ് ദ ഫസ്റ്റ് ക്രൈറ്റീരിയൻ ഫോർ ക്ലാസിഫിക്കേഷൻ ഓഫ് എപ്പിത്തീലിയൽ ടിഷ്യൂ ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ലെയേഴ്സ്. എത്ര പാളികൾ കാണപ്പെടുന്നു അതിനെ അടിസ്ഥാനമാക്കി എപ്പിത്തീലിയൽ ടിഷ്യൂവിനെ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. സിമ്പിൾ എപ്പിത്തീലിയം as well as compound epithelium. Simple epithelium പേര് സൂചിപ്പിക്കുന്ന പോലെ സിമ്പിൾ ആണ്. ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് എ സിംഗിൾ ലെയർ ഓഫ് സെൽ. ഉണ്ടോ? ഒരൊറ്റ ലെയർ സെൽസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഏത്? സിമ്പിൾ എപ്പിത്തീലിയം. മോർ ദാൻ 1 ലെയർ ഓഫ് സെൽ, ഒരു ലെയറിന് മുകളിലാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോമ്പൗണ്ട് എപ്പിത്തീലിയം. മനസ്സിലായല്ലോ? സിമ്പിൾ എപ്പിത്തീലിയം ഉണ്ട്, കോമ്പൗണ്ട് എപ്പിത്തീലിയം ഉണ്ട്. സിമ്പിൾ എപ്പിത്തീലിയം ഈസ് മേഡ് അപ്പ് ഓഫ് എ സിംഗിൾ ലെയർ ഓഫ് സെൽ. ഒറ്റ ലെയർ എന്ന് പറയുമ്പോൾ ദിസ് ഈസ് പ്രസന്റ് ഇൻ ഏരിയാസ് വിത്ത് മിനിമം വെയർ ആൻഡ് ടയർ. തേയ്മാനം ഏറ്റവും കുറഞ്ഞ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ആളാണ് സിമ്പിൾ എപ്പിത്തീലിയം. വൈൽ കോമ്പൗണ്ട് എപ്പിത്തീലിയം ഈസ് മേഡ് അപ്പ് ഓഫ് മോർ ദാൻ 1 ലെയർ ഓഫ് സെൽ. സോ ഇറ്റ് ഈസ് പ്രസന്റ് ഇൻ ഏരിയാസ് വിത്ത് മാക്സിമം വെയർ ആൻഡ് ടയർ. വെയർ ആൻഡ് ടയർ എന്ന് വെച്ചാൽ തേയ്മാനം. വെയർ ആൻഡ് ടയർ, തേയ്മാനം മിനിമം ഉള്ള ഭാഗങ്ങളിൽ കാണപ്പെടും സിമ്പിൾ എപ്പിത്തീലിയം. മാക്സിമം ഉള്ള ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ആളാണ് കോമ്പൗണ്ട് എപ്പിത്തീലിയം. ഇനി വീണ്ടും നമ്മൾ സിമ്പിൾ എപ്പിത്തീലിയത്തിനെ ക്ലാസിഫൈ ചെയ്യുകയാണ്. വാട്ട്സ് എ ക്രൈറ്റീരിയൻ ഫോർ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ ഷേപ്പ് ഓഫ് സെൽ ഓർ നേച്ചർ ഓഫ് സെൽ. സെല്ലിന്റെ സ്വഭാവം അനുസരിച്ച് സിമ്പിൾ എപ്പിത്തീലിയം ഈസ് ക്ലാസിഫൈഡ് ഇൻടു ഹൗ മെനി ടൈപ്സ്? 3 ടൈപ്സ്. 3ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെ 3 ടൈപ്പ് നോക്കുക? ഒന്ന് സിമ്പിൾ സ്കോമസ് എപ്പിത്തീലിയം, അടുത്തത് സിമ്പിൾ ക്യൂബോഡൽ എപ്പിത്തീലിയം, അടുത്തത് സിമ്പിൾ കോളംനാർ എപ്പിത്തീലിയം. 3ഉം NCERTയിലെ ഡയഗ്രാംസ് ആണ്. അതേപോലെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, 3 കാര്യങ്ങളാണ് ഓരോ സ്ഥലങ്ങളിലും അറിയേണ്ടത്. എന്താണ് ഈ സെല്ലിന്റെ പ്രത്യേകത, അതുപോലെ ഇത് നമ്മളുടെ ഏത് ഭാഗങ്ങളിൽ കാണപ്പെടുന്നു, അതുപോലെ അറിയേണ്ട കാര്യം ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്. ഈ 3 കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയണം. സിമ്പിൾ എപ്പിത്തീലിയം വീണ്ടും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ബേസ്ഡ് ഓൺ ദ nature of cell or modification of cell. It is divided into 3 types, namely simple squamous epithelium, simple cuboidal epithelium and simple columnar epithelium. ഒരു കമ്പാരറ്റീവ് സ്റ്റഡി ആണെങ്കിൽ എളുപ്പമായിരിക്കും. നോക്കാം കുഞ്ഞുങ്ങളെ. ഇറ്റ് ഈസ് ഫോംഡ് ഓഫ്, വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്, ഫ്ലാറ്റൻഡ് സെൽ. ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് തിൻ, കട്ടി കുറഞ്ഞ, ഫ്ലാറ്റ്, സ്കെയിൽ ലൈക്ക് സെൽസ്. സ്കെയിൽ എന്ന് പറയുമ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് മീനിന്റെ ചെതുമ്പല് പോലെയുള്ള സെൽ. സ്കെയിൽ ലൈക്ക് സെൽ, മീനിന്റെ ശൽക്കങ്ങൾ പോലെയുള്ളത്. നമുക്ക് പ്രാക്ടിക്കലിന് ചെയ്യാനുള്ളതാണ്. അടുത്ത വർഷം 2nd ഇയർ പ്രാക്ടിക്കലിന് ചെയ്യും. ഇതേപോലെ കാണപ്പെടും.
ഇറഗുലർ ബൗണ്ടറീസ് ആണ്. ഇറഗുലർ ബൗണ്ടറി എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നിങ്ങൾ ഈ ഓവൽ ഷേപ്ഡ് ആയിട്ടൊന്നും വരച്ചു വെക്കരുത്. ഇതേപോലെ കാണുന്ന സെൽ സ്കെയിൽ ലൈക്ക് സെൽ, മനസ്സിലായല്ലോ? നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ ന്യൂക്ലിയസ് കാണും. അതിന്റെ ഒരു ലാറ്ററൽ വ്യൂ ആണ് ഈ പടം NCERT-യിലുള്ളത്. നമ്മളല്ലാതെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെ തിൻ ഫ്ലാറ്റ് സ്കെയിൽ ലൈക്ക് സെൽ എന്ന് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത് വിത്ത് ഇറഗുലർ ബൗണ്ടറീസ്. മറ്റേ പടം ഞാൻ ബ്ലൂ കളറിൽ കാണിക്കാൻ കാരണം നിങ്ങൾ ചീക്ക് എപ്പിത്തീലിയം ചെയ്യും, പ്രാക്ടിക്കലിനുണ്ടെന്ന് പറഞ്ഞല്ലോ. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രെയിൻ മെത്തിലിൻ ബ്ലൂ ആണ്. അപ്പൊ ഏകദേശം ഇതേപോലെ ആയിരിക്കും കാണപ്പെടുക, ബ്ലൂ കളറിലായിരിക്കും അപ്പിയർ ചെയ്യുക. അപ്പൊ ഇത് നിർമ്മിച്ചിരിക്കുന്നത് തിൻ ഫ്ലാറ്റ് സ്കെയിൽ ലൈക്ക് സെൽസ് വിത്ത് ഇറഗുലർ ബൗണ്ടറീസ്. കമ്പയർ ചെയ്ത് പഠിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ. ഇതുണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയുള്ള സെൽസ് കൊണ്ടാ? ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ്, ആ പടത്തിനകത്തുണ്ട് ക്യൂബിക്കൽ സെൽസ് ഓർ ക്യൂബ് ലൈക്ക് സെൽസ്. സിമ്പിൾ കോളംനാർ എപ്പിത്തീലിയം ഈസ് മേഡ് അപ്പ് ഓഫ് ടോൾ കോളം. കോളം എന്ന് പറഞ്ഞാൽ മറ്റൊരു പേരാണ് കുഞ്ഞുങ്ങളെ പില്ലർ. തൂണ് പോലെയുള്ള സെൽസ് കൊണ്ടാണ് ആര് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? സിമ്പിൾ കോളംനാർ എപ്പിത്തീലിയം. അപ്പൊ സെൽ ഷേപ്പ് വെച്ചിട്ട് നമ്മൾ പറഞ്ഞു ഇത് സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം ഈസ് മേഡ് അപ്പ് ഓഫ് തിൻ ഫ്ലാറ്റ് സ്കെയിൽ ലൈക്ക് സെൽസ്. ഓർമ്മയുണ്ടല്ലോ? പിന്നെ സിമ്പിൾ ക്യൂബോഡൽ എപ്പിത്തീലിയം ഈസ് ഫോംഡ് ഓഫ് ക്യൂബിക്കൽ സെൽസ്. സിമ്പിൾ കോളംനാർ എപ്പിത്തീലിയം ഈസ് മേഡ് അപ്പ് ഓഫ് ടോൾ കോളം ഓർ പില്ലർ ലൈക്ക് സെൽ. തൂണ് പോലെയുള്ള സെൽസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഓരോ ആൾക്കാരും എവിടെയെല്ലാം കാണപ്പെടുന്നു അതാണ് സ്ഥിരം ക്വസ്റ്റ്യൻ. ഇത് കാണപ്പെടുന്നത് ഇന്നർ ലൈനിങ് ഓഫ് ലങ് ആൽവിയോളൈ ആൻഡ് ബ്ലഡ് വെസൽസ്. എവിടെ കാണപ്പെടുന്നത്? ലങ് ആൽവിയോളൈ ആൻഡ് ബ്ലഡ് വെസൽസ്. നമ്മളുടെ ലങ്സിന്റെ വായു അറകൾ, അതിനെ വിളിക്കുന്ന പേരാണ് ആൽവിയോളൈ. ബ്ലഡ് വെസൽസ്, രക്തക്കുഴലുകൾ, ഇതിനകത്ത് ലൈൻ ചെയ്ത് കാണപ്പെടുന്ന ആളാണ് സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ക്യൂബോഡൽ എപ്പിത്തീലിയം കാണപ്പെടുന്നത് എവിടെയാ? ഇറ്റ് ഈസ് സീൻ ഇൻ ഡക്ട്സ് ഓഫ് ഗ്ലാൻസ് ആൻഡ് ട്യൂബുലാർ പാർട്സ് ഓഫ് നെഫ്രോൺ. ഉണ്ടോ? നമ്മളുടെ പല ഗ്രന്ഥികളുടെയും ഡക്ട്, ഇപ്പൊ സലൈവറി ഗ്ലാൻഡ്, അതിന്റെ ഡക്റ്റ് ആണ് സലൈവറി ഡക്ട്, അതിനകത്ത് കാണപ്പെടും. അതുപോലെ ട്യൂബുലാർ പാർട്സ് ഓഫ് നെഫ്രോൺ, നെഫ്രോണിന്റെ ട്യൂബുലാർ പാർട്സിനകത്തും കാണപ്പെടും. മനസ്സിലായല്ലോ? ഇറ്റ് ഈസ് പ്രസന്റ് ഇൻസൈഡ് ഡക്ട്സ് ഓഫ് ഗ്ലാൻസ് ആൻഡ് ട്യൂബുലാർ പാർട്സ് ഓഫ് നെഫ്രോൺ. അതിൽ പേജ് നമ്പർ 295 എക്സ്ക്രീഷൻ എന്നുള്ള ടോപ്പിക് എടുത്താൽ ഫംഗ്ഷൻ ഓഫ് ട്യൂബ്യൂൾ എന്ന് കാണാം. ഫംഗ്ഷൻ ഓഫ് ട്യൂബ്യൂൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ PCT, അതിന്റെ ഫംഗ്ഷൻ ആണ് ആദ്യം കൊടുത്തേക്കുന്നത്. നിങ്ങൾക്കറിയാം PCT, പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. അവിടെ കാണപ്പെടുന്നത് ഒരു പ്രത്യേക തരം എപ്പിത്തീലിയമാണ് PCT, പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ഓഫ് നെഫ്രോൺ. നോക്കാം എന്താ പ്രത്യേകത എന്നുള്ളത്. പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ഓഫ് നെഫ്രോൺ is lined with ഒരു പ്രത്യേകതരം എപ്പിത്തീലിയം, സിമ്പിൾ ക്യൂബോയിഡൽ ബ്രഷ് ബോർഡേഡ് എപ്പിത്തീലിയം. എന്നതാ എപ്പിത്തീലിയത്തിന്റെ പേര്? സിമ്പിൾ ക്യൂബോയിഡൽ ബ്രഷ് ബോർഡേഡ് എപ്പിത്തീലിയം. സിമ്പിൾ ക്യൂബോയിഡൽ ബ്രഷ് ബോർഡേഡ് എപ്പിത്തീലിയം എന്ന് പറയുമ്പോൾ ഇതേപോലെ ക്യൂബിക്കൽ സെൽസ് തന്നെയാണ്. അതുകൊണ്ടാണ് സിമ്പിൾ ക്യൂബോയിഡൽ എന്ന പേര് വന്നത്. പിന്നെ ഒരു പ്രത്യേക പേരൂടെ വന്നു, ബ്രഷ് ബോർഡേഡ്. ബ്രഷ് ബോർഡേഡ് എന്ന് പേര് വരാൻ കാരണം ഇതിന്റെ ഫ്രീ എൻഡില് ഇതേപോലെ മൈക്രോവില്ലൈ കാണപ്പെടും. എന്ത് കാണപ്പെടും? മൈക്രോവില്ലൈ കാണപ്പെടും. മനസ്സിലായല്ലോ? അങ്ങനെ വരുമ്പോ ഇതിന്റെ സർഫസ് ഏരിയ കൂടും. സോ മാക്സിമം അബ്സോർപ്ഷൻ, അതായത് മൂത്രത്തിൽ നിന്ന് നമ്മളുടെ ശരീരത്തിന് വേണ്ട വസ്തുക്കളെ തിരിച്ചു പിടിക്കുന്നതും മൂത്രത്തിലേക്ക് ചില വസ്തുക്കളെ പുറം തള്ളുന്നതും മാക്സിമം നടക്കുന്ന ഒരു റീജിയൻ ആണ് PCT. നമ്മൾ പഠിച്ചതാ വില്ലൈ, ഇൻഡസ്ട്രൈൻ, സർഫസ് ഏരിയ കൂട്ടുമെന്ന് പറയുന്ന പോലെ ഇവരും സർഫസ് ഏരിയ കൂട്ടാൻ സഹായിക്കും. മറക്കരുത്, ഇതൊരു പ്രത്യേക പോയിന്റ് ആണ്. പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ഓഫ് നെഫ്രോൺ ഇസ് ലൈൻഡ് വിത്ത് സിമ്പിൾ ക്യൂബോയിഡൽ ബ്രഷ് ബോർഡേഡ് എപ്പിത്തീലിയം. ക്ലിയർ ആണേ? ഇനി അടുത്തത് ഏതാ? സിമ്പിൾ കോളംനാർ എപ്പിത്തീലിയം. എവിടെ കാണപ്പെടുന്നു എന്ന് നോക്കാം. ഇറ്റ് ഈസ് പ്രസന്റ് ഇൻസൈഡ് ദ ലൈനിങ് ഓഫ് സ്റ്റൊമക്, ഇൻഡസ്റ്റൈൻ. ഞാൻ അഡീഷണൽ തന്നിട്ടുണ്ട് ഗോൾ ബ്ലാഡർ. സ്റ്റൊമക്കിനകത്ത് കാണപ്പെടും, ഇൻഡസ്ട്രൈനിൽ കാണപ്പെടും, ഗോൾ ബ്ലാഡർ പിത്തസഞ്ചിയിൽ കാണപ്പെടും.
ഇനി ഇവിടെ ഓരോരുത്തരുടെയും ഫംഗ്ഷൻ ആണ് നമുക്ക് അറിയേണ്ടത്. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദിസ് ലെയേഴ്സ്, ദിസ് എപ്പിത്തീലിയം. ഈ ഓരോ എപ്പിത്തീലിയത്തിന്റെയും ധർമ്മം എന്താണ്, ഫംഗ്ഷൻ എന്താണെന്നാണ് അറിയാനുള്ളത്. നോക്കാം. സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം എൽസ് ഇൻ ഡിഫ്യൂഷൻ. അറിയാലോ, ലങ് ആൽവിയോളയിൽ കാണപ്പെടും എന്ന് പറയുമ്പോൾ ഗ്യാസസിന്റെ ഡിഫ്യൂഷന് സഹായിക്കുന്ന ആളാണ് സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം. സിമ്പിൾ ക്യൂബോഡൽ എപ്പിത്തീലിയം ഞാൻ പറഞ്ഞു, നെഫ്രോണ് വെച്ചിട്ട് ചില വസ്തുക്കളെ നമ്മളുടെ ബോഡി തിരിച്ചു പിടിക്കണം, അബ്സോർബ് ചെയ്യണം. ചില വസ്തുക്കളെ പുറന്തള്ളണം. പുറന്തള്ളുക എന്നുള്ളതിന് സെക്രീഷൻ ഉണ്ടോ, പിടിച്ചെടുക്കുക എന്നുള്ളതിന് അബ്സോർഷൻ. ഇവിടെ ഫംഗ്ഷൻ എന്താ, സെക്രീഷൻ ആൻഡ് അബ്സോർഷൻ. ആരതാ, സിമ്പിൾ ക്യൂബോഡൽ. ഇതേ ഫംഗ്ഷനാണ് സ്റ്റൊമക്കിലും ഇൻഡസ്ട്രൈനിലും കാണപ്പെടുന്ന സിമ്പിൾ കോളംനാർ എപ്പിത്തീലിയത്തിന്റെ ഫംഗ്ഷൻ. എന്നതാ കുഞ്ഞുങ്ങളെ, സെക്രീഷൻ ആൻഡ് അബ്സോർഷൻ. സെക്രീഷനും ഉണ്ട്, അബ്സോർഷനും ഉണ്ട്. ക്ലിയർ ആണ്, എളുപ്പമല്ലേ? സിമ്പിൾ epithelium is divided into 3 types based on their shape of cell or nature of cell or cell modification. Simple squamous, thin flat scale like cells with irregular boundary. മറ്റത് cubical cells, മറ്റത് tall column like cell or pillar like cell. കാണപ്പെടുന്നത് ആദ്യത്തെ ആള് ലങ് ആൽവിയോളൈ ആൻഡ് ബ്ലഡ് വെസൽസ്. രണ്ടാമത്തെ ആള് ducts of glands. ഗ്ലാൻഡുകളുടെ ഡക്റ്റ് കാണപ്പെടും. ആൻഡ് ഓൾസോ ട്യൂബുലാർ പാർട്സ് ഓഫ് നെഫ്രോൺ. അതിൽ PCT ഓഫ് നെഫ്രോൺ ഇസ് ലൈൻഡ് വിത്ത് സിമ്പിൾ ക്യൂബോഡൽ ബ്രഷ് ബോർഡേഡ് എപ്പിത്തീലിയം. സിമ്പിൾ കോളംനാർ എപ്പിത്തീലിയം കാണപ്പെടുന്നത് സ്റ്റൊമക്, ഇൻഡസ്റ്റൈൻ, ഗോൾ ബ്ലാഡർ. സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം ഫംഗ്ഷൻ ഡിഫ്യൂഷൻ. സിമ്പിൾ ക്യൂബോഡൽ സെക്രീഷൻ ആൻഡ് അബ്സോർഷൻ. സിമ്പിൾ കോളംനാർ ഓൾസോ സെക്രീഷൻ ആൻഡ് അബ്സോർഷൻ. വാട്ട്സ് ദ നെക്സ്റ്റ് ടോപ്പിക്? മോഡിഫൈഡ് എപ്പിത്തീലിയം ആണ് കുഞ്ഞുങ്ങളെ, സിലിയേറ്റഡ് എപ്പിത്തീലിയം. ഇതാണ് NCERTയിലെ ഡയഗ്രാം. ഇത് എങ്ങനെയുള്ള സെൽസും ആകാം. ഇതുപോലെ പോളിഗണൽ കോളം ലൈക്ക് സെൽ, പില്ലർ ലൈക്ക് സെൽ ആകാം, അല്ലെങ്കിൽ ഞാൻ വരയ്ക്കുന്ന പോലെ ക്യൂബിക്കൽ സെൽ ആകാം. എന്ത് തന്നെ ആയിക്കോട്ടെ, അവരുടെ ഫ്രീ സർഫസിൽ ഇതുപോലെ എയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണപ്പെടും. ദീസ് എയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആർ നോൺ ആസ് സിലിയ. ഇവരെ വിളിക്കുന്ന പേരാ കുഞ്ഞുങ്ങളെ, ദീസ് എയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആർ കോൾഡ് സിലിയ and it is known as ciliated epithelium. അപ്പൊ it is made up of, ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയുള്ള സെൽസ് കൊണ്ടാകാം? Yes, it is made up of either cubical cells, okay, made up of cubical or columnar cells with cilia on its free സർഫസ്. ഇതിന്റെ ഫ്രീ സർഫസിൽ എന്ത് കാണും? സിലിയ കാണപ്പെടും. ഓക്കെ, ഇത് കാണപ്പെടുന്നത് ഇപ്പൊ സെക്കൻഡ് ഇയറിൽ ഇംപ്രൂവ്മെന്റുകാർക്ക് അറിയാം, പഠിച്ചതാണ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. കാണപ്പെടുന്നത് ഇന്നർ ലൈനിങ് ഓഫ് ഓവിഡക്ട്. ഓവിഡക്റ്റിന് മറ്റൊരു പേരാണ് കുഞ്ഞുങ്ങളെ ഫെലോപ്പിയൻ ട്യൂബ്, അണ്ടവാഹിനി. നമുക്കറിയാം സ്പേം മോട്ടയിലാണ്, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വാലുണ്ട്. ഓവത്തിന് മോട്ടിലിറ്റി ഇല്ല. അപ്പം ആ മോട്ടിലിറ്റി ഇല്ലാത്ത ഓവത്തിനെ നീക്കാൻ വേണ്ടി സഹായിക്കുന്നത് ഓവിഡക്റ്റിനകത്തുള്ള ഫെലോപ്പിയൻ ട്യൂബ് ആണ്. ആൻഡ് ഓൾസോ ബ്രോങ്കിയോൾസ്, ഇന്നർ ലൈനിങ് ഓഫ് ബ്രോങ്കിയോൾസ്. ട്രക്കിയ, ശ്വാസനാളം ഡിവൈഡ് ചെയ്ത് ലെഫ്റ്റ് ബ്രോങ്കസും റൈറ്റ് ബ്രോങ്കസും ആകും. ഓരോ ബ്രോങ്കസും ഡിവൈഡ് ചെയ്ത് റീഡിവൈഡ് ചെയ്തുണ്ടാവുന്ന കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചസ് ആണ് ബ്രോങ്കിയോൾ. റെസ്പിറേഷൻ അത് പഠിക്കുന്നുണ്ട്. അവിടെ മ്യൂക്കസിന്റെ മൂവ്മെന്റിന് സഹായിക്കുന്ന ആളാണ് സിലിയേറ്റഡ് എപ്പിത്തീലിയം. A ciliated epithelium formed of cubical or columnar cells with a cilia on its free surface. എവിടെ കാണപ്പെടുന്നു എന്നുള്ളത് സ്ഥിരം എൻട്രൻസ് ക്വസ്റ്റ്യനുമാണ്, പബ്ലിക് എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, മോഡിഫൈഡ് എപ്പിത്തീലിയം, ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം. എന്താ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം പ്രത്യേകത? എപ്പിത്തീലിയം മോഡിഫൈഡ് ടു സെക്രീറ്റ്. എന്തിനൊക്കെ സെക്രീറ്റ് ചെയ്യാം? ഹോർമോൺസ്, ഹോർമോണുകളെ, അതുപോലെ എൻസൈംസിനെ, മിൽക്കിനെ, ഓയിൽ, സ്വെറ്റ്, സെബം, ഇങ്ങനെ ഏതിനെയും സെക്രീറ്റ് ചെയ്യുന്ന എപ്പിത്തീലിയത്തിനെ വിളിക്കുന്ന പേരാണ് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം. മനസ്സിലായല്ലോ? പരീക്ഷയ്ക്ക് പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം എന്ന് തന്നിട്ട് ഇങ്ങനെ രണ്ടായിട്ട് ചോദിക്കും. ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം, ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം രണ്ട് ടൈപ്പ്. ഇതാ ചോദിച്ചത്. യൂണിസെല്ലുലാർ തന്നു, എന്നിട്ട് എക്സാമ്പിൾ ഡാഷ്, പിന്നെ ഡാഷ് എക്സാമ്പിൾ സലൈവറി ഗ്ലാൻഡ് ഉണ്ടോ?
അര വീതം മാർക്ക് ഓരോ ഡാഷിനും, ടോട്ടൽ 1 മാർക്ക്. യൂണിസെല്ലുലാർ ഗ്ലാൻഡ് ഉണ്ട്, നോക്കുക പാഠം NCERT ശ്രദ്ധിക്കുക. മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡ് ഉണ്ട്, അതായത് ഒറ്റ സെല്ല് കൊണ്ടുള്ള ഗ്ലാൻഡും ഉണ്ട്, ഒന്നിൽ കൂടുതൽ സെല്ല് കൊണ്ടുള്ള ഗ്ലാൻഡ് ഉണ്ട്. ഇവിടെ യൂണിസെല്ലുലാർ ആണെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ഏതാ? മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡ്. യൂണിസെല്ലുലാർ ഗ്ലാൻഡിന് എക്സാമ്പിൾ ആരാ കുഞ്ഞുങ്ങളെ? എക്സാമ്പിൾ ഫോർ യൂണിസെല്ലുലാർ ഗ്ലാൻഡ് മറക്കരുത്, വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. ആരാ? ഗോബ്ലറ്റ് സെൽസ് ഓഫ് എലിമെന്ററി കനാൽ. അത് പ്രത്യേകം പഠിച്ചോണം, കാരണം വേറെ ആരും തന്നെ യൂണിസെല്ലുലാർ ഗ്ലാൻഡിന് എക്സാമ്പിൾ ഇല്ല. പരീക്ഷയ്ക്ക് ചോദിക്കാൻ പലരും ഗ്ലോബറ്റ് എന്നൊക്കെ എഴുതി വെക്കും. ഗോബ്ലറ്റ് സെൽസ് ഓഫ് എലിമെന്ററി കനാൽ. നമ്മുടെ എലിമെന്ററി കനാലിനകത്തുള്ള മ്യൂക്കസ് സെക്രീറ്റിംഗ് സെല്ലാണ് ഗോബ്ലറ്റ് സെൽ. അവരാണ് യൂണിസെല്ലുലാർ ഗ്ലാൻഡിന് എക്സാമ്പിൾ. മൾട്ടി സെല്ലുലാർ NCERT സാലിവറി ഗ്ലാൻഡ് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ, ഏതും എഴുതാം. അപ്പം ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം ഒരു ക്ലാസിഫിക്കേഷൻ, യൂണിസെല്ലുലാറും മൾട്ടി സെല്ലുലാർ. ഇനി അടുത്തത് based on the nature of pouring of secretion. അവരുടെ സെക്രീഷനെ എങ്ങനെയാണ് ഇവർ പുറത്തേക്ക് പോർ ചെയ്യുന്നത്, അതിനടിസ്ഥാനമായി ഇവരെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചു. ഒന്ന് എക്സോക്രൈൻ ഗ്ലാൻഡും മറ്റൊന്ന് എൻഡോക്രൈൻ ഗ്ലാൻഡ്. ക്രൈറ്റീരിയ എന്താണെന്ന് കണ്ടല്ലോ. what is the criterion? based on the nature of pouring of secretion. അവരുടെ സെക്രീഷൻ അവർ എങ്ങനെയാണ് പുറത്തേക്ക് സ്രവിപ്പിക്കുന്നത്, അതിനടിസ്ഥാനമായി ഇവരെ നമ്മൾ രണ്ടാക്കി, എക്സോക്രൈൻ ഗ്ലാൻഡും എൻഡോക്രൈൻ ഗ്ലാൻഡ്. എക്സോക്രൈൻ ഗ്ലാൻഡിനെ നമ്മൾ വിശേഷിപ്പിക്കുന്ന മറ്റൊരു പേരാണ് ഡക്റ്റഡ് ഗ്ലാൻഡ്. എൻഡോക്രൈൻ ഗ്ലാൻഡിന്റെ പേരാണ് ഡക്ടലസ് ഗ്ലാൻഡ്. എവിടെയെങ്കിലും വെച്ച് സംശയം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ആവർത്തിച്ച് കാണുക കേട്ടല്ലോ. എന്നിട്ട് നോട്ട്സ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ട് ഡെഫിനറ്റ്ലി, പക്ഷെ നിങ്ങൾ ഇത് ഒന്നുകൂടെ പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക. ആ കിട്ടുന്ന അരമണിക്കൂർ അല്ലെ 3/4 മണിക്കൂറുള്ള ക്ലാസ് ഒരു അരമണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഒന്ന് ഫ്രഷ് അപ്പ് ചെയ്യുക, എന്നിട്ട് പഠിക്കുക. ഓരോ വീഡിയോ വരുന്നത് മൊത്തം കൂടെ അക്യുമുലേറ്റ് ചെയ്യാൻ സമയം എടുക്കരുത്. ഓരോന്ന് കണ്ടു മാറ്റുക, പഠിച്ചു മാറ്റുക. 2-3 വിഷയം ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, സുവോളജി മാത്രമല്ല. അപ്പൊ അതൊക്കെ നോക്കുക. കൂടെ ഇതിന്റെ കൂടെ ബോട്ടണി കൂടെ നോക്കേണ്ടി വരുമല്ലോ. എക്സോക്രൈൻ ഗ്ലാൻഡ് ആണ് ഡക്റ്റഡ് ഗ്ലാൻഡ്, മറ്റത് ഡക്ടലസ് ഗ്ലാൻഡ്. എക്സോക്രൈൻ ഗ്ലാൻഡ് pour their secretion through ducts. pour എന്ന് വെച്ച് ഒഴുക്കുക, സെക്രീഷൻ ത്രൂ ഡക്സ്. ഡക്സിനകത്തൂടെ അവരുടെ സെക്രീഷനെ പോർ ചെയ്യും. എൻഡോക്രൈൻ ഗ്ലാൻഡോ റിലീസ് their secretion into blood. അവരുടെ സെക്രീഷൻ അവർ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യും. എക്സോക്രൈൻ ഗ്ലാൻഡിന്റെ സെക്രീഷൻ ഏതൊക്കെ? എൻസൈം, ഹോർമോൺ ഒഴികെയെല്ലാം, മ്യൂക്കസ്, ഓയിൽ, മിൽക്ക് എക്സെട്ര. എൻഡോക്രൈൻ ഗ്ലാൻഡിന്റെ സെക്രീഷൻ ആണ് കുഞ്ഞുങ്ങളെ ഹോർമോൺസ്. ക്ലിയർ ആണല്ലോ. ഇതാണ് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയത്തിനെ പറ്റി അറിയാനുള്ളത്. പിന്നെ എക്സോക്രൈൻ ഫംഗ്ഷനും എൻഡോക്രൈൻ ഫംഗ്ഷനും രണ്ടും കൂടെ കാണിക്കുന്ന ഗ്ലാൻഡുകളെ നമ്മൾ ഹെറ്ററോക്രൈൻ ഗ്ലാൻഡ് എന്ന് വിശേഷിപ്പിക്കും. അത്തരം ഒരു ഹെറ്ററോക്രൈൻ ഗ്ലാൻഡ് ആണ് നമ്മുടെ പാൻക്രിയാസ്. പാൻക്രിയാസിന്റെ എക്സോക്രൈൻ പാർട്ട് നിങ്ങൾ ഡൈജഷനകത്ത് പഠിക്കും, പാൻക്രിയാറ്റിക് അസിനൈ. എൻഡോക്രൈൻ പാർട്ടിന്റെ പേരാണ് ഐലറ്റ്സ് ഓഫ് ലാംഗറാൻസ്. ഐലറ്റ്സ് ഓഫ് ലാംഗറാൻസ് സെക്രീറ്റ് ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ എക്സെട്ര. Pancreatic acids secrete pancreatic juice, that is pancreatic enzymes. So it has dual function, hence known as heterocrine gland. അടുത്തത് കോമ്പൗണ്ട് എപ്പിത്തീലിയം, രണ്ടാമത്തത്. സിമ്പിൾ കഴിഞ്ഞ അടുത്തത് കോമ്പൗണ്ട്. കോമ്പൗണ്ട് എപ്പിത്തീലിയം ഈസ് മേഡ് അപ്പ് ഓഫ് മോർ ദാൻ 1 ലെയർ ഓഫ് സെൽ. ഒന്നിൽ കൂടുതൽ ലെയർ സെല്ല് കൊണ്ടുള്ളതാണ്. ഇതാണ് NCERT ഡയഗ്രാം. അറിയാമല്ലോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിലെ ഡയഗ്രാം. കളർഫുൾ ആയിട്ടൊന്നും പ്രതീക്ഷിക്കരുത്. ഇറ്റ് ഹാസ് ഓൺലി ലിമിറ്റഡ് റോൾ ഇൻ സെക്രീഷൻ ആൻഡ് അബ്സോർഷൻ. ഇതിന് സെക്രീഷനിലും അബ്സോർഷനും വലിയ റോളൊന്നുമില്ല. ഇറ്റ് ഹെൽപ്സ് ടു പ്രൊട്ടക്ട് അണ്ടർലൈങ് ടിഷ്യൂ ഫ്രം കെമിക്കൽ ആൻഡ് മെക്കാനിക്കൽ സ്ട്രെസ്സസ്. നമ്മളുടെ ശരീരത്തിന് താഴെ കാണപ്പെടുന്ന സ്കിന്നിന് താഴോട്ടുള്ള ടിഷ്യൂവിനെ കെമിക്കൽ സ്ട്രെസ്സുകളിൽ നിന്നും മെക്കാനിക്കൽ സ്ട്രെസ്സുകളിൽ നിന്നും രക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ഫംഗ്ഷൻ, കോമ്പൗണ്ട് എപ്പിത്തീലിയത്തിന്റെ ഫംഗ്ഷൻ. സോ ഇറ്റ് ഈസ് പ്രസന്റ് ഓൺ ഡ്രൈ സർഫസസ് ഓഫ് സ്കിൻ. നമ്മുടെ സ്കിന്നിന്റെ ഡ്രൈ സർഫസിൽ കാണപ്പെടും. മോയിസ്റ്റ് സർഫസസ് ഓഫ് ബക്കൽ ക്യാവിറ്റി ആൻഡ് ഫാരിങ്സ്. ഫാരിങ്സിന്റെയും ബക്കൽ ക്യാവിറ്റിയുടെയും നനവുള്ള ഭാഗങ്ങളിൽ കാണപ്പെടും. ആൻഡ് ഓൾസോ ഇൻസൈഡ് ദ ലൈനിങ് ഓഫ് സലൈവറി ഡക്ട് ആൻഡ് പാൻക്രിയാറ്റിക് ഡക്ട്. സലൈവറി ഡക്റ്റിലും പാൻക്രിയാറ്റിക് ഡക്റ്റിലും ഒക്കെ ലൈൻ ചെയ്ത് കാണപ്പെടുന്ന ആളാണ് കോമ്പൗണ്ട് എപ്പിത്തീലിയം. അത്രയേ ഉള്ളൂ അവരെ പറ്റി പറയാൻ. ഓക്കെ, കൂടുതലൊന്നുമില്ല. ഓക്കെ,
ഇനി അടുത്തത് സെൽ ജംഗ്ഷൻ. സെൽ ജംഗ്ഷൻ നമ്മൾ എപ്പിത്തീലിയൽ ടിഷ്യൂല് പറയാൻ കാരണം ഒരു പോയിന്റ് പറഞ്ഞു. എപ്പിത്തീലിയൽ ടിഷ്യൂ സെൽ മാട്രിക്സ് ഈസ് either reduced or absent. So in tissues with a less cell matrix, സെൽ മാട്രിക്സ് കുറവുള്ള ടിഷ്യൂല് അടുത്തടുത്തുള്ള സെൽസിനെ പരസ്പരം ഹോൾഡ് ചെയ്ത് വെക്കുന്ന സ്പെഷ്യലൈസ്ഡ് ജംഗ്ഷൻസിന് പറയുന്ന പേരാണ് സെൽ ജംഗ്ഷൻസ്. In tissues with a less cell matrix, the adjacent cells are held together by specialized junctions called cell junction. 3 ടൈപ്പ് ഉണ്ട്. ആദ്യത്തത് ടൈറ്റ് ജംഗ്ഷൻ, രണ്ടാമത്തത് അഡ്ഹറിംഗ് ജംഗ്ഷൻ, മൂന്നാമത്തതാണ് കുഞ്ഞുങ്ങളെ ഗ്യാപ് ജംഗ്ഷൻ. നമുക്കറിയാം ഒരു പൈപ്പ് ടൈറ്റ് ആക്കുന്നത് എപ്പോഴാണ്? വെള്ളം ലീക്ക് ആവുമ്പോ പറയല്ലോ നന്നായിട്ട് ടൈറ്റ് ചെയ്യും. അപ്പൊ അത് വെച്ചിട്ട് ഓർക്കാം. ഇറ്റ് ഹെൽപ്സ് ടു പ്രിവെന്റ്, ഇതെന്തിനു സഹായിക്കും? പ്രിവെന്റ് ലീക്കേജ് ഓഫ് സബ്സ്റ്റൻസസ് അക്രോസ് എ ടിഷ്യൂ. ഒരു ടിഷ്യൂ നിന്ന് പദാർത്ഥങ്ങൾ ലീക്ക് ചെയ്യാതെ സൂക്ഷിക്കുന്ന ആളാണ് ടൈറ്റ് ജംഗ്ഷൻ. അഡ്ഹറിംഗ്, വാക്കിന്റെ അർത്ഥം അഡ്ഹസീവ് എന്ന് വെച്ചാൽ ഒട്ടിപ്പിടിക്കുന്ന എന്നാണ്. അഡ്ഹറിംഗ് ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് സിമെന്റ്സ്, ഒട്ടിപ്പിടിപ്പിക്കും, പറ്റിപ്പിടിപ്പിക്കും. സിമെന്റ്സ് adjacent cells together. Adjacent cells together. അടുത്തടുത്തുള്ള സെൽസിനെ പറ്റിച്ചേർത്ത് നിർത്തുന്ന ആളാണ് കുഞ്ഞുങ്ങളെ അഡ്ഹറിംഗ് ജംഗ്ഷൻ. ഇനി അടുത്തത് മൂന്നാമത്തെ ആളുടെ പേരെന്താ കുഞ്ഞുങ്ങളെ? ഗ്യാപ് ജംഗ്ഷൻ. ഇറ്റ് കമ്മ്യൂണിക്കേറ്റ് അഡ്ജസന്റ് സെൽസ്, അടുത്തടുത്തുള്ള സെൽസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എങ്ങനെ? ബൈ കണക്ടിങ് ദയർ സൈറ്റോപ്ലാസം, അവരുടെ സൈറ്റോപ്ലാസത്തിനെ കണക്ട് ചെയ്യുക വഴി. മനസ്സിലായല്ലോ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മാത്രമല്ല, ആൻഡ് ഹെൽപ്സ് ഇൻ, സഹായിക്കും, റാപ്പിഡ് ഓർ ക്വിക്ക് ട്രാൻസ്ഫർ ഓഫ് അയൺസ്, പെട്ടെന്നുള്ള ട്രാൻസ്ഫർ. ആരുടെ? അയൺസിന്റെ. അതുപോലെ സ്മോൾ മോളിക്യൂൾസ്, ചെറിയ മോളിക്യൂൾസിനെ ട്രാൻസ്ഫർ ചെയ്യും. ആൻഡ് സംടൈംസ്, ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ ബിഗ് മോളിക്യൂൾസിനെയും ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്ന ആളാണ് ഗ്യാപ് ജംഗ്ഷൻ. അപ്പൊ മറക്കരുത്, സെൽ ജംഗ്ഷൻ ഇതുവരെ പരീക്ഷയ്ക്ക് ചോദിക്കാത്ത ടോപ്പിക്കാണ്. സെൽ മാട്രിക്സ് കുറവുള്ള ആൾക്കാരിൽ adjacent cells are held together by specialized junctions called cell junction. എത്ര ടൈപ്പ് ഉണ്ട്? 3 ടൈപ്പ്. ടൈറ്റ് ജംഗ്ഷൻ, അഡ്ഹറിംഗ് ജംഗ്ഷൻ ആൻഡ് ഗ്യാപ് ജംഗ്ഷൻ. That's end of the lengthy topic epithelial tissue. Okay, അടുത്തത് കണക്റ്റീവ് ടിഷ്യൂ. യോജനകല, പേര് പോലെ തന്നെ കണക്ട്സ് വേരിയസ് ബോഡി പാർട്സ് ആൻഡ് ഓർഗൻസ് ടുഗദർ. ഇവിടെ സെൽ മാട്രിക്സ് വളരെ റിച്ച് ആയിട്ട് കാണപ്പെടും. ആൻഡ് മേഡ് അപ്പ് ഓഫ്, അത് നിർമ്മിച്ചിരിക്കുന്നത് വെറും പോളിസാക്രൈഡ് അല്ല, മോഡിഫൈഡ് പോളിസാക്രൈഡ്സ് കൊണ്ടാണ്. ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് മോഡിഫൈഡ് പോളിസാക്രൈഡ്. അപ്പൊ കണക്ട് ചെയ്യാന്ന് മാത്രമല്ല ഇതിന്റെ ജോലി. ഇറ്റ് ഹെൽപ്സ് ഇൻ ബോഡി ഡിഫൻസ്, ശരീരത്തിന്റെ പ്രതിരോധത്തിന് സഹായിക്കുന്നുണ്ട്. ടിഷ്യൂ റിപ്പയർ, കേടുവരുന്ന ടിഷ്യൂവിനെ നന്നാക്കാൻ സഹായിക്കും. അതുപോലെ ഫാറ്റിനെ സ്റ്റോർ ചെയ്യാനും സഹായിക്കുന്നുണ്ട്. അഡീഷണൽ ഫംഗ്ഷൻ ആണ് എഴുതിയിരിക്കുന്നത്. സെൽ മാട്രിക്സ് വളരെ റിച്ച് ആണ്, നിർമ്മിച്ചിരിക്കുന്നത് മോഡിഫൈഡ് പോളിസാക്രൈഡ്സ് കൊണ്ടാണ്. മറ്റതിൽ നിന്ന് വ്യത്യാസം, അവിടെ സെൽ മാട്രിക്സ് വളരെ കുറവാണ്, അല്ലെങ്കിൽ ആബ്സെന്റ് ആണെങ്കിൽ ഇവിടെ സെൽ മാട്രിക്സ് റിച്ച് ആണ്. പിന്നെ ഇൻ ഓൾ ദ കണക്റ്റീവ് ടിഷ്യൂ എക്സെപ്റ്റ് ബ്ലഡ്, ബ്ലഡ് ഒഴികെ ബാക്കി എല്ലാ കണക്റ്റീവ് ടിഷ്യൂവിലും അവിടെ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രക്ചറൽ പ്രോട്ടീനുകളെ വിളിക്കുന്ന പേരാണ് കൊളാജൻ. വൈറ്റ് കളറുള്ള കൊളാജൻ, യെല്ലോ കളറുള്ള ഇലാസ്റ്റിൻ പ്രോട്ടീൻ ആണ്. ഇതിൽ നിന്ന് യഥാക്രമം ഉണ്ടാകുന്ന ഫൈബേഴ്സിനെ നമ്മൾ കൊളാജൻ ഫൈബേഴ്സ് എന്നും ഇലാസ്റ്റിൻ ഫൈബേഴ്സ് എന്നും പറയും. മനസ്സിലായല്ലോ? ഇനി അവരുടെ സെൽ മാട്രിക്സിന്റെ നേച്ചർ അനുസരിച്ച് ഇവരെ നമ്മൾ 3 തരം തിരിച്ചു. ആദ്യത്തെ ആളാണ് കുഞ്ഞുങ്ങളെ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ. മനസ്സിലായല്ലോ? അപ്പം സെൽ മാട്രിക്സ് ഈസ് ലൂസ്ലി അറേഞ്ച്ഡ്. സെൽ മാട്രിക്സ് ലൂസ് ആയിട്ട് അറേഞ്ച് ചെയ്താൽ പേര് പോലെ ഇറ്റ് ഈസ് കോൾഡ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂ. ലൂസ് കണക്റ്റീവ് ടിഷ്യൂന് എക്സാമ്പിൾ 2 ആരൊക്കെയാ കുഞ്ഞുങ്ങളെ? എറിയോള ടിഷ്യൂ ഉണ്ട്, അതുപോലെ അഡിപ്പോസ് ടിഷ്യൂ ഉണ്ട്. എറിയോള ടിഷ്യൂ ആസ് വെൽ ആസ് അഡിപ്പോസ് ടിഷ്യൂ. നെക്സ്റ്റ് വൺ ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ. എന്താ ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ? CM ഇട്ടേക്കുന്ന സെൽ മാട്രിക്സ് ഈസ് കോമ്പാക്ട്ലി പാക്ഡ്. വളരെ കോമ്പാക്ട് ആയിട്ട് പാക്ഡ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ. ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂനെ വീണ്ടും നമ്മൾ 2 ഡിവൈഡ് ചെയ്തു. ഡെൻസ് റെഗുലർ, അപ്പുറത്തെ പേജ് വരുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട്, ആൻഡ് ഡെൻസ് ഇറഗുലർ. ഡെൻസ് റെഗുലർ ഉണ്ട്, ഡെൻസ് ഇറഗുലർ ഉണ്ട്. ഡെൻസ് റെഗുലറിന് 2 എക്സാമ്പിൾ.
ഒന്ന് ടെൻഡണും മറ്റൊരാള് ലിഗമെന്റ്. ടെൻഡൺ ആൻഡ് ലിഗമെന്റ്. ഇനി അടുത്ത ആളുടെ പേരാണ് കുഞ്ഞുങ്ങളെ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. The connective tissue which is specialized to perform certain functions called specialized connective tissue. ഡയറക്റ്റ് ആയിട്ട് MCRT-യിൽ 3 കാർട്ടിലേജ്, ബോണ്, അതേപോലെ ബ്ലഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. ഒന്ന് സപ്പോർട്ടിംഗ് കണക്റ്റീവ് ടിഷ്യൂ. സപ്പോർട്ടിംഗ് കണക്റ്റീവ് ടിഷ്യൂ otherwise known as skeletal tissue. സപ്പോർട്ടിംഗ് കണക്റ്റീവ് ടിഷ്യൂ വേറെ പേരാണ് skeletal tissue. ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ വേറെ പേരാണ് സർക്കുലേറ്ററി ടിഷ്യൂ. ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ഓൾസോ നോൺ ആസ് സർക്കുലേറ്ററി ടിഷ്യൂ. ക്ലിയർ ആണ്? ഇതില് സപ്പോർട്ടിംഗ് കണക്റ്റീവ് ടിഷ്യൂ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. കാർട്ടിലേജ് ആസ് വെൽ ആസ് ബോൺ. സർക്കുലേറ്ററി ടിഷ്യൂനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഒന്ന് ബ്ലഡും അതുപോലെ മറ്റൊന്ന് ലിംഫ്. അപ്പൊ ഇതിന്റെ ക്ലാസിഫിക്കേഷൻ കിട്ടിയല്ലോ. ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, cell matrix loosely arranged, example areola tissue as well as adipose tissue. Dense connective tissue cell matrix is compactly packed. അതിനെ വീണ്ടും രണ്ടാക്കി, dense regular and dense irregular. Dense regular example ആണ് tendon and ligament. Specialized connective tissue നെ വീണ്ടും രണ്ടാക്കി, supporting connective tissue or skeletal tissue, example cartilage and bone. Then fluid connective tissue or circulatory tissue, example blood and lymph. ഓരോന്നായിട്ട് നോക്കാം. ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, ആദ്യം എറിയോള ടിഷ്യൂ. ഈ ഡയഗ്രാം ഇമ്പോർട്ടന്റ്. ഒരിക്കലും ഇങ്ങനെ അടിപൊളി കളർഫുൾ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ പ്രതീക്ഷിക്കരുത്. അപ്പൊ കളർ വെച്ച് പഠിക്കാൻ നിൽക്കരുത്. ആ ചുവന്ന നിറത്തിലുള്ളത് മാക്രോഫേജ്, പച്ചയും നീല നിറത്തി നീണ്ടു കിടക്കുന്നത് ഫിബ്രോബ്ലാസ്റ്റ്, പിന്നെ വട്ടത്തി വയലറ്റ് കളറിലുള്ളത് മാസ്റ്റർ സെൽ. പഠിച്ചുകൊണ്ട് പോയാൽ കിട്ടൂല. അപ്പൊ ഓർത്തിരിക്കുക, എറിയോള ടിഷ്യൂ കാണപ്പെടുന്നത് നമ്മുടെ സ്കിന്നിന് അടിയിലാണ്. അറിയാമല്ലോ. ഇത് നിർമ്മിച്ചിരിക്കുന്നത് 3 ടൈപ്പ് സെൽസ് കൊണ്ടാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്. മാക്രോഫേജ്. മാക്രോഫേജ് ആണ് ഇവിടുത്തെ ഫാഗോസിറ്റിക് സെൽ. ഉണ്ടോ? മാക്രോഫേജ്, ലാർജ് അമീബോയിഡ് സെൽ ദാറ്റ് ഹെൽപ്സ് ഇൻ ഫാഗോസൈറ്റോസിസ്. ഫംഗ്ഷൻ ഇവിടെ പറഞ്ഞിട്ടില്ല, പക്ഷെ ഓർത്തിരിക്കുക, സെക്കൻഡ് ഇയറിലും വേണ്ടതാണ്. മാക്രോഫേജ്. ഫിബ്രോബ്ലാസ്റ്റ്, ഇലോങ്ങേറ്റഡ് ഫൈബർ ലൈക്ക് സെല്ലാണ് ഫിബ്രോബ്ലാസ്റ്റ്. അവരാണ് ആരെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? കൊളാജനെയും ഇലാസ്റ്റിനെയും സെക്രീറ്റ് ചെയ്യും. അതാണ് ഫിബ്രോബ്ലാസ്റ്റ്. മാസ്റ്റ് സെൽ. മാസ്റ്റ് സെൽ കണ്ടല്ലോ താഴെ ലേബിൾ ചെയ്തേക്കുന്നത്. മാസ്റ്റ് സെൽസിന്റെ പ്രത്യേകത, ദേ പ്രൊഡ്യൂസ് ഇൻഫ്ലമേഷൻ കോസിംഗ് സബ്സ്റ്റൻസസ് ലൈക്ക് ഹിസ്റ്റമിൻ, സെറട്ടോണിൻ, എപ്പാരിൻ എക്സെട്ര. കണ്ടോ? ഇതേ ജോലിയാണ് ഞാൻ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ പഠിപ്പിക്കുമ്പോൾ പറയൂടാ പിള്ളേരെ. ഹിസ്റ്റമിൻ, സെറട്ടോണിൻ, എപ്പാരിൻ. ബേസോഫിൽ, ന്യൂട്രോഫിൽ, ഇസ്നോഫിൽ, ബേസോഫിൽ. ബേസോഫിലിന്റെ അതേ ഫംഗ്ഷൻ ആണ് ആർക്കുള്ളത്? മാസ്റ്റർ സെൽസിനുള്ളത്. അപ്പൊ നിങ്ങൾ ഇപ്പം പബ്ലിക് എക്സാമിന് ഈ ഫംഗ്ഷൻ ആയിട്ടൊന്നും ചോദിക്കില്ല, ജസ്റ്റ് ഓർത്തിരിക്കുക. വിച്ച് ആർ ദ ടൈപ്സ് ഓഫ് സെൽസ് ഇൻ എറിയോള ടിഷ്യൂ. നെക്സ്റ്റ് വൺ ഈസ് അഡിപ്പോസ് ടിഷ്യൂ. വട്ട് ഈസ് അഡിപ്പോസ് ടിഷ്യൂ? ഫാറ്റ് സ്റ്റോറിംഗ് ടിഷ്യൂന്റെ പേരാണ് ആര് കുഞ്ഞുങ്ങളെ? അഡിപ്പോസ് ടിഷ്യൂ, ഫാറ്റ് സ്റ്റോറിംഗ് ടിഷ്യൂ. നമ്മുടെ ഹാർട്ടിന് ചുറ്റും, സ്കിന്നിന് അടിയിൽ, ഐബോളിന് ചുറ്റും ഒക്കെ കാണപ്പെടും. കേട്ടല്ലോ, അഡിപ്പോസ് ടിഷ്യൂ. ഇതുണ്ടാക്കിയിരിക്കുന്ന സെല്ലുകളെ വിളിക്കുന്ന പേരാണ് അഡിപ്പോസൈറ്റ്സ്. ഫാറ്റ് സ്റ്റോറിംഗ് സെൽസ് ആർ നോൺ ആസ് അഡിപ്പോസൈറ്റ്സ്. എളുപ്പമല്ലേ? ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ഡയഗ്രാം ബേസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരാം. എറിയോള ടിഷ്യൂ ആസ് വെൽ ആസ് അഡിപ്പോസ് ടിഷ്യൂ. ഓക്കെ, അപ്പം ലൂസ് കണക്റ്റീവ് ടിഷ്യൂ കഴിഞ്ഞു. അടുത്തത് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ. പേര് സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മൾ. ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേകത എന്താ? സെൽ മാട്രിക്സ് കോമ്പാക്ട്ലി പാക്ഡ്. അതിനെ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഡെൻസ് റെഗുലർ ആൻഡ് ഡെൻസ് ഇറഗുലർ. ഡെൻസ് റെഗുലർ പേര് പോലെ തന്നെ ഇവിടെ കൊളാജൻ ഫൈബേഴ്സ് അല്ലെങ്കിൽ ദ ഫൈബേഴ്സ് ആർ അറേഞ്ച്ഡ് ആസ് പാരലൽ ബണ്ടിൽസ്. അതായത് ഒരു റെഗുലർ പാറ്റേണിൽ പാരലൽ ബണ്ടിലായിട്ട് അറേഞ്ച് ചെയ്തത് കൊണ്ടാണ് ഇറ്റ് ഈസ് കോൾഡ് ഡെൻസ് റെഗുലർ. ഇതിനെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നു. ഏതൊക്കെ? ടെൻഡണും ലിഗമെന്റ്. ടെൻഡൻ ആരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന പറഞ്ഞത്? ടെൻഡൻ കണക്ട്സ് മസിൽസ് ടു ബോൺസ്. മസിൽസിനെ ബോണുമായിട്ട് കണക്ട് ചെയ്യുന്ന ആളാണ് ടെൻഡൺ എങ്കിൽ, ലിഗമെന്റ് കണക്ട്സ് ബോൺസ് ടു ബോൺസ് ഇൻ എ ജോയിന്റ്. ഒരു ജോയിന്റിലുള്ള
ബോണുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ആര്? ലിഗമെന്റ്. അപ്പൊ ടെൻഡണും ലിഗമെന്റും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ചോദിക്കാൻ പലരിതും മാറി തിരിഞ്ഞു എഴുതും, മാർക്ക് പോകും. അറിയാലോ, ടെൻഡൺ കണക്ട് ചെയ്യുന്നത് മസിൽസിനെ ബോണുമായിട്ടാണെങ്കിൽ ലിഗമെന്റ് അറിയാലോ, അനിൽ കുംബ്ലെ ബൗൾ ചെയ്തിട്ട് ലിഗമെന്റ് പോയി ഷോൾഡറിന്റെ. അപ്പം ഷോൾഡർ ജോയിന്റ് അറിയാലോ, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്, അതിനിടയിലുള്ള ലിഗമെന്റ് ആണ് പൊട്ടിയത്. അപ്പൊ ലിഗമെന്റ്സ് കണക്ട്സ് ബോൺസ് ടു ബോൺ ഇൻ എ ജോയിന്റ്. ഡെൻസ് ഇറഗുലർ കാണപ്പെടുന്നത് സ്കിന്നിലാണ്. മനസ്സിലായല്ലോ, ഇവിടെ പേര് പോലെ തന്നെ the collagen fibers are arranged in irregular pattern. പ്രത്യേകിച്ച് ഒരു ഓർഡർ ഇല്ലാതെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇറ്റ് ഈസ് കോൾഡ് ഡെൻസ് ഇറഗുലർ. ഇത് ചോദിച്ചിട്ടുണ്ട്, ഡെൻസ് ഇറഗുലർ എവിടെ കാണപ്പെടുന്നു? പേജ് നമ്പർ 103 ലാസ്റ്റ് വരിയിൽ കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് പ്രസന്റ് ഓൺ ദ സ്കിൻ. ഓക്കെ, ഇനി അടുത്തത് സ്പെഷ്യൽ കണക്റ്റീവ് ടിഷ്യൂ. 3 ടൈപ്പ് ഉണ്ട്: കാർട്ടിലേജ്, ബോൺ ആൻഡ് ബ്ലഡ്. അല്ല, നമുക്കിത് കമ്പയർ ചെയ്ത് പഠിക്കാം. ബ്ലഡ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പഠിക്കും. ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ അറിയാലോ, ബ്ലഡിന് 2 ഭാഗമുണ്ട്. ബ്ലഡ് പ്ലാസ്മ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, അതുപോലെ ഫോംഡ് എലമെന്റ്സ് എന്ന് പറഞ്ഞ് മറ്റൊരു ഭാഗമുണ്ട്. ഓക്കെ, ഇത് ഇതിന്റെ ലിക്വിഡ് പാർട്ട് ആണെങ്കിൽ ഇതിന്റെ സോളിഡ് പാർട്ടാണ് ഏത്? ഫോംഡ് എലമെന്റ്. അതിലാണ് ബ്ലഡ് സെൽസ് ഒക്കെ വരുന്നത്. ഇപ്പൊ ജസ്റ്റ് ഇത്ര അറിഞ്ഞാൽ മതി. നമുക്ക് വേണ്ടത് കാർട്ടിലേജും ബോൺ. സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ഓർ സ്പെഷ്യൽ കണക്റ്റീവ് ടിഷ്യൂല് സ്കെലിറ്റൽ ടിഷ്യൂ ആണ് കാർട്ടിലേജും ബോണും. ഇറ്റ് ഫോംസ് അവർ സ്കെലിറ്റൺ. കാർട്ടിലേജുമായി ബന്ധപ്പെട്ട് വരുന്ന വാക്കാണ് കോൺഡ്രോ, കേട്ടിട്ടുണ്ടാവും. സോ സ്റ്റഡി ഓഫ് കാർട്ടിലേജ് ഈസ് കോൾഡ് കോൺഡ്രോളജി. കാർട്ടിലേജിനസ് ഫിഷസ് നമ്മൾ ആനിമൽ കിങ്ഡത്തിൽ പഠിച്ച പേരാണ് കോൺട്രിക്റ്റിസ്. അതുപോലെ ബോണുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വാക്കാണ് ഓസ്റ്റിയോ. സോ സ്റ്റഡി ഓഫ് ബോൺ ഈസ് കോൾഡ് ഓസ്റ്റിയോളജി. ക്ലിയർ ആണല്ലോ, സംശയമല്ലേ? ഓക്കെ, അപ്പൊ കാർട്ടിലേജ് ഉണ്ട്, ബോൺ ഉണ്ട്. ഓക്കെ, ഇനി അറിയേണ്ടത് 2 പേരുടെ സെൽ മാട്രിക്സിലും ഇതേപോലെ കുറെ ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസസ് കാണപ്പെടും. ആ ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസസിനെ വിളിക്കുന്ന പേരാണ് ലാക്കുന. സിംഗുലർ ലാക്കുനെ. ഇത് ബോണിന്റെ ലാക്കുന, ഇത് കാർട്ടിലേജിന്റെ ലാക്കുന. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ അറിയാം. ഇവിടെ സെൽ മാട്രിക്സ് സോളിഡ് ആണ്, ബട്ട് പ്ലയബിൾ. എന്താ പ്ലയബിൾ? ഫ്ലെക്സിബിൾ ആണ്. ഇപ്പം ഇയർലോ പ്ലയബിൾ ആണ്, ടിപ്പ് ഓഫ് നോസ് പ്ലയബിൾ ആണ്, ഫ്ലെക്സിബിൾ ആണ്. മനസ്സിലായല്ലോ, ഇവിടെ സെൽ മാട്രിക്സ് എങ്ങനെ? ഈ സോളിഡ് ആണ്, മാത്രമല്ല നോൺ പ്ലയബിൾ. എന്താ നോൺ പ്ലയബിൾ? ഇറ്റ് ഈസ് നോട്ട് ഫ്ലെക്സിബിൾ ഡ്യൂ ടു ഡെപ്പോസിറ്റ്സ് ഓഫ് കാൽസ്യം ആൻഡ് ഫോസ്ഫറസ്. ക്ലിയർ ആണ്, അത് ഓർമ്മ ഉണ്ടായിരിക്കുക. ബോണിന്റെ സ്ട്രെങ്ത് കൂടുതലാണ്. ഇനി ഇവിടെ കാണപ്പെടുന്ന സ്പേസസിന് 2 പറയുന്ന പേര് ലാക്കുന. അതിൽ കാർട്ടിലേജിന്റെ ലാക്കുനയിൽ കാണപ്പെടുന്നത് കാർട്ടിലേജ് സെല്ലാണ്, കോൺഡ്രോസൈറ്റ്. അതേപോലെ ബോണിന്റെ ലാക്കുനയിൽ കാണപ്പെടുന്ന ബോൺ സെല്ലിന് എന്ത് പേര് വിളിക്കാം? ബോൺ സെൽ ഈസ് നോൺ ആസ് ഓസ്റ്റിയോസൈറ്റ്. എന്താ പേര്? ഓസ്റ്റിയോസൈറ്റ്. കോൺഡ്രോസൈറ്റ് ഒരു പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യും. കാർട്ടിലേജ് പ്രോട്ടീനെ വിളിക്കുന്ന പേരാണ് കോൺഡ്രിൻ. ഓസ്റ്റിയോസൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീനെ വിളിക്കുന്ന പേരാണ് കുഞ്ഞുങ്ങളെ ഒസീൻ. അത്ര ഓർത്തിരിക്കുക. സെൽ മാട്രിക്സ് പ്ലയബിൾ ആണ്, ഇവിടെ നോൺ പ്ലയബിൾ ആണ്. സ്പേസസിന് പറയുന്ന പേരാണ് ലാക്കുന. കാർട്ടിലേജ് സെല്ലിന്റെ പേര് കൊടുത്തിട്ടുണ്ട് കോൺഡ്രോസൈറ്റ്, ഡെഫിനറ്റ്ലി. അപ്പൊ ബോൺ സെല്ലിന്റെ പേരെന്താ? ഓസ്റ്റിയോസൈറ്റ്. ഇനി കാർട്ടിലേജ് എവിടെയെല്ലാം കാണപ്പെടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബോൺ എവിടെ കാണുമെന്ന് പറയണ്ട, നമ്മുടെ സ്കെൽട്ടൺ ബോണാണ്. ബോണിന്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് NCERT ഡിസ്കസ് ചെയ്യുന്നത്. കാർട്ടിലേജ് അതെല്ലാം ഭാഗങ്ങളിൽ കാണപ്പെടുന്നു എന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. കാർട്ടിലേജ് കാണപ്പെടുന്നത് എവിടേക്കാ? ഇയർലോബ്. ഇയർലോബിന് പറയുന്ന പേരാണ് പിന്ന. സിംഗുലർ പിന്ന, പ്ലൂറൽ പിന്നെ. അതേപോലെ ടിപ്പ് ഓഫ് നോസ്, നമ്മുടെ മൂക്കിന്റെ അറ്റം. അതുപോലെ ഈ മൂക്കിന്റെ നേസൽ കനാൽ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു സെപ്റ്റം കാണപ്പെടും. അതിന് പറയുന്ന പേരാണ് ഇന്റർ നേസൽ സെപ്റ്റം. ഇന്റർനാഷണൽ സെപ്റ്റം എന്നൊന്നും എഴുതി വെക്കരുത്, ഇന്റർ നേസൽ സെപ്റ്റം. അതുപോലെ നമ്മളുടെ ട്രക്കിയൽ റിംഗ്, ട്രക്കിയക്കകത്ത് കാണപ്പെടുന്ന ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള റിങ്സ്. അതുപോലെ നമ്മളുടെ എപ്പിഗ്ലോട്ടിസ്, ഇതെല്ലാം പറയാം. ഗ്ലോട്ടിസ് എന്ന് പറയുന്ന ഓപ്പണിങ്ങിനെ കവർ ചെയ്ത് കാണപ്പെടുന്ന എപ്പിഗ്ലോട്ടിസ് കാർട്ടിലേജ് ആണ്. അതേപോലെ ഇൻസൈഡ് ജോയിന്റ്സ് നമ്മളുടെ ജോയിന്റുകളിൽ കാണപ്പെടും. അതുപോലെ ബിറ്റ്വീൻ അഡ്ജസന്റ് വെർട്ടിബ്ര, മറക്കരുത്, അഡ്ജസന്റ് വെർട്ടിബ്ര കാണപ്പെടുന്ന ആളെ വിളിക്കുന്ന പേരാണ് ഇന്റർ വെർട്ടിബ്രൽ ഡിസ്ക്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളിലെല്ലാം ആര് കാണപ്പെടുന്നുണ്ട്? കാർട്ടിലേജ് കാണപ്പെടുന്നുണ്ട്. ഇയർ ലോബ് കാണപ്പെടും, മൂക്കിന്റെ ടിപ്പി കാണപ്പെടും, മൂക്കിന്റെ നേസൽ കനാലിന് ഇടയിലായിട്ടുള്ള ഈ സെപ്റ്റം, ഈ പിടിച്ചിരിക്കുന്ന ഈ സെപ്റ്റം,
ഇന്റർനാസൽ സെപ്റ്റം എന്ന് പറയും. ട്രക്കിയൽ റിംഗ്സ്, ബ്രോങ്കിയൽ റിംഗ്സ്, എപ്പിഗ്ലോട്ടിസ്, ഇൻസൈഡ് വേരിയസ് ജോയിന്റ്സ് ആൻഡ് ബിറ്റ്വീൻ അഡ്ജസന്റ് വെർട്ടിബ്ര. അതിന് പറയുന്ന പേരാണ് ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക്. ഇനി അറിയേണ്ടത് വാട്ട്സ് എ ഫംഗ്ഷൻ ഓഫ് ബോൺ. എല്ലിന്റെ ധർമ്മം എന്താണ്? ബോൺ, ലോങ് ബോൺസ് ഹാവ് വെയിറ്റ് ബെയറിംഗ് ഫംഗ്ഷൻ. ഏറ്റവും നീളം കൂടിയ ബോൺസിന് വെയിറ്റ് ബെയറിംഗ് ഫംഗ്ഷൻ ഉണ്ട്. വെയിറ്റ് ബെയറിംഗ് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഭാരം താങ്ങുക. എക്സാമ്പിൾ നമ്മുടെ ഷാങ്ക് ബോൺ, ടിബിയ ആൻഡ് ഫിബുല, ലോവർ ലെഗ് ബോൺ, അവരാണ് നമ്മളുടെ ബോഡി വെയിറ്റ് താങ്ങുന്നത്. അപ്പം ലോങ് ബോൺസ് ഹാവ് വെയിറ്റ് ബെയറിംഗ് ഫംഗ്ഷൻ. അതുപോലെ നീളം കൂടിയ കുഴല് പോലുള്ള ബോൺ, ഒരു ക്യാവിറ്റി ഉണ്ട്, മാരോ ക്യാവിറ്റി ഫിൽഡ് വിത്ത് എ ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് കോൾഡ് ബോൺ മാരോ. ബോൺ മാരോയുടെ റോൾ എന്താ? ബോൺ മാരോ പ്രൊഡ്യൂസ് ബ്ലഡ് സെൽസ് ആസ് വെൽ ആസ് ബ്ലഡ് പ്ലേറ്റ്ലെറ്റ്സ്. രക്തകോശങ്ങൾ, ഇവിടെ പറഞ്ഞ ഫോംഡ് എലമെന്റ്സിൽ വരുന്ന RBC, WBC, പ്ലേറ്റ്ലെറ്റ്, ഇവരെല്ലാം സെക്രീറ്റ് ചെയ്യുന്നതും ആരാ? ബോൺ മാരോ ആണ് മെയിൻലി. അതുപോലെ നമ്മളുടെ റിബ് കേജ് അറിയാലോ, നെഞ്ചും കൂട്, ഇത് മൂവ്മെന്റ് ആൻഡ് ലോക്കോമോഷന് വരുന്നുണ്ട്. റിബ് കേജ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു സ്റ്റേണം, 24 റിബ്സ് അല്ലെങ്കിൽ 12 പെയർ റിബ്സ്, റിബ്സ് അറൈസ് ചെയ്യുന്ന 12 തൊറാസിക് വെർട്ടിബ്ര, അത്രയും കൂടെ ചേർത്ത് പറയുന്ന പേരാണ് റിബ് കേജ് അഥവാ നെഞ്ചും കൂട്. ആ നെഞ്ചും കൂട് ആരെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്? പ്രൊട്ടക്ട് ഇന്റേണൽ ഓർഗൻസ്. അതേപോലെ വേറൊന്നുണ്ട്, ഇത് നെഞ്ചും കൂട് മാത്രമല്ല, സ്കൾ, തലയോട് നമ്മളുടെ ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്യും. മനസ്സിലായല്ലോ? പിന്നെ ഈ ബോണൊക്കെ ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് രൂപം ആകൃതിയൊക്കെ ഉള്ളത്, ശരിയല്ലേ? ഇല്ലെങ്കിൽ എന്ത് പറ്റിയാണ്? മസിൽ കൊണ്ടുള്ള വലിയൊരു ബോൾ പോലായി മാറിയാണ്. അപ്പൊ ഇറ്റ് ഗിവ് എ സ്ട്രക്ചർ ആൻഡ് ഷേപ്പ് ടു ബോഡി. ശരീരത്തിനൊരു സ്ട്രക്ചർ നൽകുന്നത്, ഷേപ്പ് നൽകുന്നത് ഒക്കെ ആരാ? ഈ ബോണാണ്. അപ്പൊ കമ്പയർ ചെയ്ത് പഠിക്കുക. ഡയഗ്രാം ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞതിന്റെ മുന്നത്തെ പബ്ലിക് എക്സാം ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇങ്ങനെ ഒറ്റയായിട്ട് ചോദിക്കുമ്പോൾ ബോണാണോ കാർട്ടിലേജ് ആണോ എന്നുള്ളത് കൺഫ്യൂസ്ഡ് ആവരുത്. കാര്യം ലേബലിംഗ് ഉള്ളതുകൊണ്ടപ്പം മനസ്സിലാവുന്നു, ലേബലിംഗ് കാണില്ല. അവ ഡിഫറൻഷിയേറ്റ് ചെയ്ത് അറിഞ്ഞിരിക്കുക. ഓക്കെ, ബോൺ ഇഷ്ടം പോലെ പറയാനുണ്ട്. ബോണിന്റെ സ്ട്രക്ചറൽ ആൻഡ് ഫംഗ്ഷണൽ യൂണിറ്റ് ആണ് ഓസ്റ്റിയോൺ എന്ന് പറയും. പിന്നെ അതിനകത്ത് ഹാവേഴ്സിയൻ കനാൽ, വോക്ക്മാൻസ് കനാൽ, ഇതെല്ലാം ഉണ്ട്. അതൊക്കെ എൻട്രൻസ് ലെവലിലുള്ള അടുത്ത ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. നമ്മളിപ്പം എക്സാം ഓറിയന്റഡ് ഫോർ യുവർ പബ്ലിക് എക്സാം. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തെ ടിഷ്യൂന്റെ പേരാണ് മസിൽ ടിഷ്യൂ ഓർ മസ്കുലാർ ടിഷ്യൂ. അറിയാലോ, മൂവ്മെന്റ് ആൻഡ് ലോക്കോമോഷനുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരാണ് നമ്മളുടെ മസ്കുലാർ സിസ്റ്റത്തിന്റെ പാർട്ടാണ്. ഇതുണ്ടാക്കിയിരിക്കുന്ന മസിൽ സെല്ലിനെ നമ്മളൊരു പേര് വിളിക്കും. മസിൽ സെൽസ് ആർ നോൺ ആസ് മസിൽ ഫൈബേഴ്സ്. എന്താ വിളിക്കാം? മസിൽ ഫൈബേഴ്സ്. നമ്മുടെ ബോഡിയിൽ 639 മസിൽസ് ആണ് കാണപ്പെടുന്നത്. ഓർമ്മയുണ്ടല്ലോ? മസിൽസിനെ നമ്മൾ 3 തരംതിരിക്കുന്നു. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻടു 3 ടൈപ്സ് ബേസ്ഡ് ഓൺ ദയർ ലൊക്കേഷൻ, ഫംഗ്ഷൻ ആൻഡ് സ്ട്രക്ചർ. ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻടു 3 ടൈപ്സ്. ഓക്കെ, നോക്ക്, പേരിനകത്ത് തന്നെ കാര്യങ്ങളുണ്ട്. ആദ്യത്തെ സ്ട്രേറ്റഡ് ഓർ സ്ട്രൈപ്ഡ് ഓർ റഫ് ഓർ വോളണ്ടറി ഓർ സ്കെലിറ്റൽ മസിൽ. ആദ്യത്തെ 3 പേരിന് കാരണം ഇറ്റ് ഹാസ് ഓൾട്ടർനേറ്റ് ലൈറ്റ് ആൻഡ് ഡാർക്ക് ബാൻഡ്. ഇതിനകത്ത് ഒന്നട വിട്ട് എന്ത് കാണപ്പെടാം? ലൈറ്റ് ആൻഡ് ഡാർക്ക് ബാൻഡ്സ് കാണപ്പെടും. കണ്ടോ, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോ ഇറ്റ് ഹാസ് എ സ്ട്രേറ്റഡ് അപ്പിയറൻസ്. ഇതിനൊരു സ്ട്രേറ്റഡ് അപ്പിയറൻസ് ഉണ്ട്. ഹെൻസ് ദ നെയിം സ്ട്രേറ്റഡ് മസിൽ. അല്ലെങ്കിൽ സ്ട്രിപ്സ് പോലെ കാണും. ഹെൻസ് ദ നെയിം സ്ട്രൈപ്ഡ് മസിൽ. സ്ട്രേഷൻസ് അല്ലെങ്കിൽ സ്ട്രിപ്സ് ഉള്ളതിനാൽ ഇറ്റ് സർഫസ് അപ്പിയേഴ്സ് ടു ബി റഫ്. ഹെൻസ് ദ നെയിം റഫ് മസിൽ. കണ്ടോ, പേരെല്ലാം തന്നിരിക്കുന്നത് അതിനാ. ഫംഗ്ഷൻ വൈസ് നിങ്ങൾക്ക് മനസ്സിലാവും. വൈ ഇറ്റ് ഈസ് കോൾഡ് വോളണ്ടറി മസിൽ? ഇറ്റ് ക്യാൻ വർക്ക് അണ്ടർ അവർ വിൽ. നമ്മുടെ താല്പര്യം, നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് വർക്ക് ചെയ്യും. മലയാളം നെയിം എന്താ? സ്കെൽട്ടൽ മസിൽ. എന്താ? എല്ലുപേശി എന്നൊക്കെ പറയും. ഇല്ല, ഇറ്റ് ഈസ് കോൾഡ് ഐച്ഛിക പേശി. വോളണ്ടറി, ഐച്ഛിക, നമ്മുടെ ഇഷ്ടത്തിന് പ്രവർത്തിക്കുന്നത് കൊണ്ട് ഇറ്റ് ഈസ് കോൾഡ് വോളണ്ടറി മസിൽ ഓർ ഐച്ഛിക പേശി. Why it is called a skeletal muscle? It is seen attached to our skeleton. നമ്മുടെ സ്കെലിട്ടണുമായി അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്നതിനാൽ ഇറ്റ് ഈസ് കോൾഡ് സ്കെലിറ്റൽ മസിൽ. അപ്പൊ ആ പേരുകൾ കണ്ടോ? ഇറ്റ് ഹാസ് ആൾട്ടർനേറ്റ് ലൈറ്റ് ആൻഡ് ഡാർക്ക് ബാൻഡ്. അത് നമ്മൾ പഠിക്കും, ആക്ടിൻ മയോസിനൊക്കെ ഉള്ളത് കൊണ്ടാണ്. സോ ഇറ്റ് ഹാസ് സ്ട്രേറ്റഡ് ഓർ സ്ട്രൈപ്ഡ് ഓർ റഫ് അപ്പിയറൻസ്.
It can work under our will, hence the name voluntary muscle. It is associated with our skeleton, hence the name skeletal muscle. പടം കണ്ടല്ലോ. ഇത് നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെ? ഇലോങ്ങേറ്റഡ് സിലിണ്ടറിക്കൽ മസിൽ സെല്ല് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല മൾട്ടി ന്യൂക്ലിയേറ്റഡും കൂടിയാണ്. ഒരു സെല്ലിൽ തന്നെ ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസ് കാണപ്പെടും. ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് കുഞ്ഞുങ്ങളെ നോൺ സ്ട്രേറ്റഡ് ഓർ അൺസ്ട്രൈപ്ഡ് ഓർ സ്മൂത്ത് ഓർ ഇൻവോളണ്ടറി ഓർ വിസറൽ മസിൽ. അറിയാലോ ഈ ടോപ്പിക്കിന്റെ പ്രത്യേകത. ഇത് പബ്ലിക് എക്സാമിന് തിയറി കിട്ടിയില്ലെങ്കിൽ പ്രാക്ടിക്കലിന് ഷുവർ ക്വസ്റ്റ്യൻ 2 മാർക്സ്, 2 മാർക്ക് ഉണ്ട്. പ്രാക്ടിക്കലിന് ഈ 3 മസിൽസ്, അടുത്ത മസിലിന്റെ പേര് അറിയാലോ, കാർഡിയാക് മസിൽ. കണ്ടോ, ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ പടം വെച്ചിരിക്കും. പടമല്ല വെക്കുന്നത്, സ്ലൈഡ് വെക്കും. അത് ഐഡന്റിഫൈ ചെയ്ത് സ്കെച്ച് ആൻഡ് ലേബിൾ ചെയ്ത 2 മാർക്ക് ഉണ്ട്. ഈ ചാപ്റ്ററിൽ തന്നെ വരുന്നതാണ് മോർഫോളജി ആൻഡ് അനാട്ടമി ഓഫ് കോക്രോച്ച്. കോക്രോച്ചിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ മൗത്ത് പാർട്സ്. ഇത് മാറിയും തിരിഞ്ഞും ഓരോ ബാച്ചിലും ചോദിച്ചിരിക്കും. അതിന് 3 മാർക്ക്. ചുരുക്കി പറഞ്ഞാൽ പ്രാക്ടിക്കലിന് 5 മാർക്കും തിയറിക്കും ഓൾമോസ്റ്റ് 5 മാർക്കും കിട്ടുന്ന ടോപ്പിക് എന്ന് പറയുമ്പോൾ 10 മാർക്കാണ് 100-ൽ ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ്. അതുകൊണ്ട് തന്നെയാണ് ബാക്കി ഏത് ചാപ്റ്റർ പോകുന്നതിന് മുമ്പ് ഫസ്റ്റ് പാർട്ട് ആയിട്ട് എക്സാം ഓറിയന്റഡ് ആയി ഈ ചാപ്റ്റർ ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയാൻ കാര്യം. വൈ ഇറ്റ് ഈസ് കോൾഡ് നോൺ സ്ട്രേറ്റഡ് ഓർ അൺസ്ട്രൈപ്ഡ് ഓർ സ്മൂത്ത്. എന്താ ഈ പേരുകൾ വരാൻ കാരണം? യെസ്, ഇറ്റ് ഹാസ് നോ ലൈറ്റ് ഓർ ഡാർക്ക് ബാൻഡ്സ്. ഇവിടെ ലൈറ്റ് ഓർ ഡാർക്ക് ബാൻഡ്സ് കാണപ്പെടുന്നില്ല. സോ നോ സ്ട്രേഷൻസ് ആർ സീൻ. കണ്ടോ, സ്ട്രേഷൻസ് ഇല്ല ഇവിടുത്തെ പോലെ. സോ ദ നെയിം നോൺ സ്ട്രേറ്റഡ്. അല്ലെങ്കിൽ സ്ട്രിപ്സ് ഇല്ലാത്തതിനാൽ അൺസ്ട്രൈപ്പ്, അല്ലെങ്കിൽ സർഫസ് സ്മൂത്ത് ആയതുകൊണ്ട് സ്മൂത്ത് മസിൽ. വൈ ഇറ്റ് ഈസ് കോൾഡ് ഇൻവോളണ്ടറി? യെസ്, ഇറ്റ് കനോട്ട് വർക്ക് അണ്ടർ അവർ വിൽ. നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് വർക്ക് ചെയ്യില്ല. ഇപ്പൊ എന്റെ ഇൻഡസ്ട്രൈന്റെ മസിൽ എനിക്ക് തോന്നുന്നത് ഇതൊന്ന് ചലിപ്പിച്ചാൽ കൊള്ളാം. ഞാൻ വയറിട്ട് അടിച്ചു കഴിഞ്ഞാൽ എന്റെ വയറിന്റെ അബ്ഡോമിനൽ മസിൽ കുലുങ്ങാന്നല്ലാതെ ഒരിക്കലും ഇൻഡസ്ട്രൈൻ മസിൽസ് ഒന്നും ചലിക്കില്ല. It cannot work under our will because it is present inside our visceral organs. ഇത് കാണപ്പെടുന്നത് നമ്മുടെ ആന്തരിക അവയവങ്ങളിലാണ്, വിസറൽ ഓർഗൻസിലാണ്. Hence the name visceral muscle. പേര് കൊണ്ട് ഓർത്തിരിക്കുക. നോൺ സ്ട്രേറ്റഡ് ഓർ അൺസ്ട്രൈപ്ഡ് ഓർ സ്മൂത്ത് പേര് വരാൻ കാരണം ലൈറ്റ് ബാൻഡ് ഡാർക്ക് ബാൻഡും ഇല്ല. സ്മൂത്ത് ഓർ ഇൻവോളണ്ടറി പേര് വരാൻ കാരണം ഇറ്റ് കാനോട്ട് വർക്ക് അണ്ടർ അവർ വിൽ. വിസറൽ മസിൽ പേര് വരാൻ കാരണം ഇറ്റ് ഈസ് പ്രസന്റ് ഇൻസൈഡ് അവർ വിസറൽ ഓർഗൻ. ഇതുണ്ടാക്കിയിരിക്കുന്നത് ഇലോങ്ങേറ്റഡ് മസിൽ ഫൈബർ വിത്ത് ടാപ്പറിംഗ് എൻഡ്. എന്താ ടാപ്പറിംഗ് എൻഡ്? 2 അറ്റവും കൂർത്തിരിക്കും. ഇങ്ങനെ വേണം വരയ്ക്കാൻ. മാത്രമല്ല ഇത് യൂണി ന്യൂക്ലിയേറ്റഡ് ആണ്. ഒറ്റ ന്യൂക്ലിയസേ കാണപ്പെടും. ക്ലിയർ ആണ്. 3-മത്തതാണ് കുഞ്ഞുങ്ങളെ കാർഡിയാക് മസിൽ. സോറി, ഇത് കാർഡിയാക് മസിൽ ആ എഴുത്തിന്റെ പുറത്തായി പോയി. കാർഡിയാക് മസിൽ. അപ്പൊ ഇത് ഓർത്തിരിക്കുക. ആദ്യത്തെ ക്ലിയർ ആയിട്ട് എഴുതുക. ഇലോങ്ങേറ്റഡ് മസിൽ ഫൈബർ വിത്ത് ടാപ്പറിംഗ് എൻഡ്. അത് യൂണി ന്യൂക്ലിയേറ്റഡ് ആണ്. ഇനി അടുത്തത് കാർഡിയാക് മസിൽ. എവിടെ കാണുന്നതാ? നമ്മുടെ ഹാർട്ട് മസിലിന് പറയുന്ന പേരാണ്, ഹാർട്ട് മസിലിന്റെ പേരാണ് കാർഡിയാക് മസിൽ. ആരെയും പിണക്കിയില്ല. ഇത് ആദ്യത്തെ ആൾക്കാരെ പോലെ എന്താ, ഇറ്റ് ഈസ് സ്ട്രേറ്റഡ്. ആദ്യത്തെ മസിലിനെ പോലെ സ്ട്രേറ്റഡ് ആണ്. 2-മത്തെ ആളെ പോലെ നോൺ സ്ട്രേറ്റഡ് എന്ന് എഴുതി വെക്കരുത്, ഇൻവോളണ്ടറി ആണ്. അതുപോലെ യൂണി ന്യൂക്ലിയേറ്റഡ് ആണ്. കാർഡിയാക് മസിലിന്റെ പ്രത്യേകത പറയുന്നത്. മാത്രമല്ല എല്ലാം നാട്ടുകാരുടെ പ്രോപ്പർട്ടി ആയ പോരല്ലോ, സ്വന്തമായിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഇറ്റ് ഈസ് ബ്രാഞ്ച്. മിക്കവാറും ഉള്ളവര് 1-മത്തെ ഡയഗ്രം ഇതും 2-മത്തെ ഇതുമായിട്ട് പബ്ലിക് എക്സാമിന് ചോദിച്ചപ്പം ഭൂരിഭാഗം എഴുതി വെച്ച് ഇത് സ്ട്രേറ്റഡും ഇത് നോൺ സ്ട്രേറ്റഡ്. അപ്പൊ തെറ്റരുത്. ദിസ് വൺ ഈസ് സ്ട്രേറ്റഡ്. സ്ട്രേറ്റഡ് കണ്ടോ, അടുത്തടുത്തിരിക്കുന്നതേ ഉള്ളൂ, ബ്രാഞ്ച് ചെയ്തിട്ടില്ല. ഇത് പക്ഷെ എന്താ കണ്ടോ, പരസ്പരം കണക്റ്റഡ് ആണ്, ബ്രാഞ്ച് ചെയ്ത് കാണപ്പെടും. കണ്ടോ, ബ്രാഞ്ച് ചെയ്താണ് ഇവരെല്ലാം കാണപ്പെടുന്നത്. അപ്പൊ ഇത് ബ്രാഞ്ചഡ് ആണ്. അതാണ് ഇവരുടെ പ്രോപ്പർട്ടി. പിന്നെ അഡ്ജസന്റ് കാർഡിയാക് സെൽ. ഇതൊരു കാർഡിയാക് സെൽ ആണ്. ഇവിടെ മുതൽ ഇവിടം വരെ ഒരു കാർഡിയാക് സെൽ. അഡ്ജസന്റ് കാർഡിയാക് സെല്ലിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സെൽ ജംഗ്ഷൻ. എൻസിആർടിയിൽ ഇങ്ങനെ ലേബിൾ ചെയ്തേക്കുന്ന ജംഗ്ഷൻ ബിറ്റ്വീൻ അഡ്ജസന്റ് സെൽ. അതും ഇവരുടെ പ്രത്യേകതയാണ്. ഇവിടെ മാത്രം പ്രത്യേകതയാണ് പ്രസൻസ് ഓഫ് ഇന്റർകലേറ്റഡ് ഡിസ്ക്. നമ്മൾ സെൽ ജംഗ്ഷൻ നേരത്തെ പറഞ്ഞു. ഇവിടെ കാണപ്പെടുന്ന
കാർഡിയാക് മസിലിൽ കാണപ്പെടുന്ന സെൽ ജംഗ്ഷനെ വിളിക്കുന്ന പേരാണ് ഇന്റർകലേറ്റഡ് ഡിസ്ക്. അതാണ് കാർഡിയാക് മസിലിന് ഒരു യൂണിറ്റ് ആയിട്ട് കൺട്രാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനും സഹായിക്കുന്നത്. കാർഡിയാക് മസിലിന്റെ ആ പ്രോപ്പർട്ടി അറിയാമല്ലോ, എബിലിറ്റി ടു ബീറ്റ് ഓട്ടോമാറ്റിക്കലി, റിതമിക്കലി ആൻഡ് റെഗുലർലി ഈസ് നോൺ ആസ് ഓട്ടോ റിതമിസിറ്റി. മൊത്തത്തിൽ മസ്കുലാർ ടിഷ്യൂവിന് എക്സൈറ്റബിലിറ്റി ഉണ്ട്, മറക്കല്ലേ. ഇത് എഴുത്തിന്റെ പുറത്ത് വന്നുകൊണ്ടാണ് കാർഡിയാക് മസിൽ. ഓർത്തിരിക്കുക, നോൺ സ്ട്രേറ്റഡ്, സ്ട്രേറ്റഡ്. NCERT തന്നിരിക്കുന്നത് സ്കെലിറ്റൽ മസിൽ, പിന്നെ അതേപോലെ വിസറൽ മസിൽ, പിന്നെ അതേപോലെ സ്മൂത്ത് മസിൽ, അതുപോലെ കാർഡിയാക് മസിൽ. എല്ലാ പേരുകളും പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് കുഞ്ഞുങ്ങളെ മസിൽ ടിഷ്യൂവിനകത്തുള്ളത്. ആൻഡ് ദ ലാസ്റ്റ് ടോപ്പിക് ന്യൂറൽ ടിഷ്യൂ. നമ്മളുടെ നെർവസ് സിസ്റ്റവും ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടിഷ്യൂ ആണ് ന്യൂറൽ ടിഷ്യൂ. ന്യൂറൽ ടിഷ്യൂവിൽ 2 തരം സെൽസ് ഉണ്ട്. നമ്മുടെ ബോഡിയിലെ ഏറ്റവും നീളം കൂടിയ സെൽസ് ആണ് ന്യൂറോൺസ് അഥവാ നെർവ് സെൽസ്. നമ്മളുടെ ബോഡിയിലെ എക്സൈറ്റബിൾ സെൽസ് എന്ന് പറഞ്ഞാൽ ഇമ്പൾസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സെൽസ് ആണ് ന്യൂറൽ ടിഷ്യൂവിനകത്തുള്ള ന്യൂറോൺ അഥവാ നെർവ് സെൽ. അതിന്റെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് വ്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് അതിന്റെ സൈറ്റോൺ ഉണ്ടല്ലോ, ഇത് അതിന്റെ ആക്സോൺ, ഓക്കെ, ഇത് ഡെൻഡ്രോൺ, ഡെൻഡ്രൈറ്റ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അവർക്കിടയിൽ കാണപ്പെടുന്ന പാക്കിംഗ് സെൽസ്, ആ പാക്കിംഗ് സെൽസിനെ വിളിക്കുന്ന പേരാണ് ന്യൂറോഗ്ലിയൽ സെൽസ്. പാക്കിംഗ് സെൽസ് പ്രസന്റ് ബിറ്റ്വീൻ ന്യൂറോൺസ് ഈസ് നോൺ ആസ് ന്യൂറോഗ്ലിയൽ സെൽ. ഇവർക്കിടയിൽ കാണപ്പെടുന്ന പാക്കിംഗ് സെൽസിനെ വിളിക്കുന്ന പേരാണ് ന്യൂറോഗ്ലിയൽ സെൽസ്. ക്ലിയർ ആണേ? സംശയമുണ്ടോ? അതാണ് 50% ഓഫ് ന്യൂറൽ ടിഷ്യൂ ഫോം ചെയ്യുന്നത്. എക്സൈറ്റബിൾ സെൽസ് ന്യൂറോൺ, പാക്കിംഗ് സെൽസ് ആണ് ന്യൂറോഗ്ലിയൽ സെൽസ്. എനിക്ക് തോന്നുന്ന ഒരു 45 മിനിറ്റ്സോളം വരുന്ന വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അത്രയും വരുമായിരിക്കും. അപ്പം ഓൾട്ടർനേറ്റ് ഡേയ്സിൽ വീഡിയോസ് ഇടാനാണ്. ഇനി ആദ്യത്തെ ലിവിംഗ് വേൾഡ് എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ടാവും. അനിമൽ ടിഷ്യൂ 2 വീഡിയോ. ഇതിനകത്ത് കോക്രോച്ച് ആണ് അടുത്ത വീഡിയോ. സെക്കൻഡ് വീഡിയോ വരുന്നത് മോർഫോളജി ആൻഡ് അനാട്ടമി ഓഫ് കോക്രോച്ച്. ആ വീഡിയോയും കൂടെ ആകുമ്പോഴാണ് ഈ ചാപ്റ്റർ തീരുന്നത്. പിന്നെ ലാസ്റ്റ് എല്ലാ ക്ലാസ്സുകളും കഴിഞ്ഞിട്ട് 2-3 ക്ലാസ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ടാവും. അതുകൂടെ കഴിയുമ്പോഴേ പൂർത്തിയാകും. എനിക്കറിയാം 72, 74 ഉള്ളവരൊക്കെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് ഫോർ obtaining ഫുൾ മാർക്ക് കേട്ടല്ലോ. ചിലര് ബ്രിമ്മി നിൽക്കുന്നവരുണ്ട്, A കിട്ടിയവരുണ്ട്, B+ കിട്ടിയവരുണ്ട്. നന്നായിട്ട് വർക്ക് ചെയ്താൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യും കേട്ടല്ലോ. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക. വീഡിയോ പൗസ് ചെയ്ത് ബാക്കിലേക്ക് പോയിട്ട് കാണേണ്ട കാര്യങ്ങൾ ഒന്നുകൂടെ കാണുക. ഓക്കെ, ഡയഗ്രാംസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ടോപ്പിക് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.